പിറ്റേന്ന് രാവിലെ നിദ്ര തൻ്റെ കാറ് കഴുകുകയായിരുന്നു. അതിനിടയിൽ അകത്തെ മാറ്റൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഒരു പേഴ്സ് കാറിനകത്ത് കിടക്കുന്നത് അവൾ കാണുന്നത്. അത് രാജ്മോഹൻ്റെ പേഴ്സ് ആയിരിക്കാമെന്ന് അവൾക്ക് തോന്നി. അയാളെ കാറിൽ കയറ്റി നേരത്ത് വീണതായിരിക്കാം അവൾ ചിന്തിച്ചു. ഉടൻ തന്നെ അത് തിരിച്ചു നൽകണം എന്നവൾ തീരുമാനിച്ചു. പക്ഷേ ഉടമസ്ഥനെ ഉറപ്പാക്കാൻ എന്നോണം പതി അവൾ പേഴ്സ് തുറന്നു. ആദ്യം കണ്ടത് കുറച്ച് പണവും ATM കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസും ആയിരുന്നു. അതിനിടയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ ഫോട്ടോ അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. അവൾ പതിയെ ആ പേഴ്സിൽ നിന്നുള്ള ഫോട്ടോ പുറത്തെടുത്തു. ഫോട്ടോ കണ്ട നിമിഷം നിദ്രയുടെ കണ്ണുകൾ നിശ്ചലമായി. അത് പഴയൊരു പാസ്പോർട്ട് സൈസ് ചിത്രമായിരുന്നു. 20 വയസ്സ് പോലും തികയാത്തതുപോലെ തോന്നിക്കുന്ന ഒരു സുന്ദരിയായ യുവതി. ആ മുഖം അവൾക്ക് അപരിചിതമായിരുന്നില്ല. ചന്ദ്രവിലാസം കോവിലകത്തെ പഴയ ആൽബത്തിലും പിന്നീട് മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ മാലയിട്ട് തൂക്കിയിരുന്ന ചുവരിലും ഇതേ മുഖം നിദ്ര കണ്ടിരുന്നു. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തതോടെ അത് ഭാനുമതിയുടെ ചിത്രമാണെന്നതിൽ അവൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ഷോണിൻ്റെ യഥാർത്ഥ അമ്മ, തൻ്റെ പ്രിയപ്പെട്ടവന് ജന്മം നൽകിയ ഒരു പാവം സ്ത്രീ. അവരുടെ മുഖം ഒരിക്കൽ കാണണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോവിലകത്ത് ചെന്നപ്പോൾ ചുവരിൽ തൂങ്ങിയിരുന്ന ഓരോ ചിത്രവും മനഃപൂർവ്വം രാജേട്ടന് ചൂണ്ടിക്കാട്ടി ചോദിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഭാനുമതി എന്ന സ്ത്രീയുടെ മുഖം നിദ്രയുടെ മനസ്സിൽ പതിഞ്ഞത്. ആ ദിവസം മടങ്ങിപ്പോകുന്നതിന് മുൻപ് മാലയണിച്ച ആ ചിത്രത്തിന് മുന്നിൽ അവൾ കുറച്ചു നേരം മൗനമായി നിന്നു. ഒന്നും പറയാതെ തൻ്റെ പ്രിയപ്പെട്ടവന് ജന്മം നൽകിയ ആ അമ്മയുടെ മുന്നിൽ ഹൃദയം നിറഞ്ഞൊരു പ്രാർത്ഥന അർപ്പിച്ചിട്ടാണ് നിദ്ര അവിടെ നിന്ന് അന്ന് മടങ്ങിയത്. രാജ്മോഹൻ്റെ പേഴ്സിനുള്ളിൽ അതീവ കരുതലോടെ സൂക്ഷിച്ചിരുന്ന ആ ചിത്രം വീണ്ടും തൻ്റെ കൈകളിലെത്തിയപ്പോൾ അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഒരുമിച്ച് ഉയർന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് അറിയണം. രാജ്മോഹനോട് നേരിട്ട് ചോദിച്ചേ മതിയാകൂ. മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അവൾ ചിത്രം വീണ്ടും പേഴ്സിനുള്ളിലേക്ക് സൂക്ഷിച്ച് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയപ്പോൾ ബാത്റൂമിൽ നിന്നും ഷവറിലൂടെ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. അന്നേരം ഷോൺ കുളിക്കുകയായിരുന്നു. ആ പേഴ്സ് തൻ്റെ ഹാൻഡ് ബാഗിൽ ഭദ്രമായി വെച്ചുകൊണ്ട് നിദ്ര പതിയെ കട്ടിലിരുന്നു. പക്ഷെ അവളുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ ആ പഴയ ചിത്രത്തിലും രാജ്മോഹൻ്റെ ദുരൂഹമായ ഭൂതകാലത്തിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കണ്ണുകൾ ശൂന്യതയിലേക്ക് നീണ്ടു നിന്നു. നെഞ്ചിനുള്ളിൽ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ഭാരം നിറഞ്ഞു. അപ്പോഴാണ് മുറിയിലെ നിശബ്ദതയെ കീറി ഒരു കുഞ്ഞൻ ശബ്ദമുയർന്നത്. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് കൈകാലുകൾ ഇളക്കി ചെറിയൊരു കരച്ചിലോടെ അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ആ ചുനുങ്ങൽ കേട്ട നിമിഷം നിദ്രയുടെ ചിന്തകൾ മുറിഞ്ഞു. മുഖത്തെ ആകുലത മറച്ചു വെച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് തൊട്ടിലിനരികിലേക്ക് നടന്നു. അച്ചോടാ, അമ്മയുടെ പൊന്നുണർന്നോ? അവൾ വാത്സല്യത്തോടെ ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ പതിയെ കോരിയെടുത്തു. അമ്മയുടെ നെഞ്ചോട് ചേർന്ന നിമിഷം കുഞ്ഞിൻ്റെ ചിണുങ്ങൽ ശമിച്ചു. ചെറിയ വിരലുകൾ നിദ്രയുടെ സാരിയിൽ മുറുകെ പിടിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഷോൺ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും നിദ്ര കുഞ്ഞിനെ കൈകളിലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറി ഇളം ചൂടുവെള്ളത്തിൽ മേലൊന്ന് കഴുകി കൊടുത്ത് മൃദുവായ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് തലോടിക്കൊണ്ട് അവൾ വീണ്ടും മുറിയിലേക്ക് തിരിച്ചെത്തി. കുഞ്ഞിന് മറ്റൊരു ഡ്രസ്സ് ധരിപ്പിച്ചു. അപ്പോഴേക്കും ഷോൺ ഡ്രസ്സ് ധരിച്ച് ആശുപത്രിയിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു. കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തിയ ശേഷം നിദ്ര പതിയെ അവൻ്റെ അരികിലേക്ക് നടന്നു. അതെ, ഹോസ്പിറ്റലിലേക്ക് ഞാനും കൂടി വന്നോട്ടെ? ഷോണിൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. നീ എന്തിനാ വരുന്നത്? അത് പിന്നെ രാജ്മോഹൻ സാറിനെ ഒന്ന് കാണാലോ. ഷോൺ കുസൃതിയോടെ അവൾ നോക്കി. ഓ, അതിനാണോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ആര്യമുല്ലയുടെ കഥ പറയാനായിരിക്കും അല്ലേ? എടി പെണ്ണെ, അങ്ങേരിപ്പോൾ ICUല, വിശ്രമത്തിലാണ്. കഥ പറയാനൊന്നുമല്ല ചായ. ഞാനാണല്ലോ അദ്ദേഹത്തെ രക്ഷിച്ചേ. അപ്പോൾ അദ്ദേഹത്തിന് എന്നോടൊരു താങ്ക്സ് ഒക്കെയും പറയണം എന്ന് തോന്നിയാലോ? അങ്ങനെയാണെങ്കിൽ ആ താങ്ക്സ് ഞാനങ്ങ് വാങ്ങിച്ചിട്ട് നിനക്ക് കൈമാറാം. അദ്ദേഹത്തോട് ഞാൻ പറയുന്നുണ്ട്, അങ്ങയെ രക്ഷിച്ച ആ ധീരവനിത എൻ്റെ പ്രിയ പത്നിയും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുമാണെന്ന്. അത് പറഞ്ഞവൻ അവളുടെ മൂക്ക് പിടിച്ച് പതിയെ കൊഞ്ചിച്ചു. പോയിച്ചോയ. നിദ്ര മുഖം വീർപ്പിച്ച് അവനെ നോക്കി.
ഷോൺ ചെറുപുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. ഇന്നേ എൻ്റെ കുഞ്ഞ് ശരിക്കും റെസ്റ്റ് എടുക്കണം. ഇന്നലെ ഇച്ചായൻ്റെ സ്നേഹം ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ടേ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഇന്നലെ രാത്രി അവളുടെ കഴുത്തിൽ പ്രണയത്തിൻ്റെ അടയാളമായി അവന് സമ്മാനിച്ച ചുവന്ന പാടിന് മീതെ അതീവ മൃദുവായി ഒരു മുത്തം കൂടി നൽകി. ആ സ്പർശനത്തിൽ നിദ്രയുടെ കവിളുകൾ വീണ്ടും നാണത്താൽ ചുവന്നു. മറ്റേ പാടിൽ കൂടി ഉമ്മ തരട്ടെ ഞാൻ? അവളുടെ കാതിൽ മന്ത്രണം പോലെ അവൻ ചോദിച്ചതും അവൾ ചെറുതായി അവൻ്റെ നെഞ്ചിൽ ഒന്ന് നുള്ളി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തുകൂടെ അലഞ്ഞു നടന്നു. തലേ ദിവസം രാത്രിയിലെ ബാക്കിയെന്നോണം ചുണ്ടുകൾ ഇപ്പോഴും ചുവന്ന് കിടപ്പുണ്ട്. അവൻ പതിയെ ആ ചുണ്ടിലൊന്ന് തഴുകി. അവൻ്റെ വിരൽ തുമ്പിലെ ചൂട് അവളുടെ ചുണ്ടുകളിൽ നിന്ന് നേരെ ഹൃദയത്തിലേക്കാണ് പാഞ്ഞത്. അവളുടെ ശ്വാസത്തിൻ്റെ വേഗത കൂടി വരുന്നത് അവൻ അറിഞ്ഞു. ഇച്ഛായ, അവൾ നേർത്തൊരു ശബ്ദത്തിൽ വിളിച്ചു. ആ വിളിയിൽ ഒരു കുസൃതിയും അല്പം നാണവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു. എന്ന് മൂളിക്കൊണ്ടവൻ അവളുടെ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തു. പിന്നെ ആ ചുവന്ന ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ആഴ്ത്തി. തലേ ദിവസം രാത്രിയിലെ തീവ്രമായ പ്രണയത്തിൻ്റെ ബാക്കിയെന്നോണം ആ ചുംബനം ഓരോ നിമിഷവും കൂടുതൽ ആഴമുള്ളതായി മാറി. അവളുടെ കൈകൾ അറിയാതെ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. ആ മുറിയിലെ തണുത്ത കാറ്റിലും അവർക്കിടയിലെ പ്രണയത്തിന് വല്ലാത്തൊരു ചൂടുണ്ടായിരുന്നു. ശ്വാസം വിലങ്ങിയപ്പോൾ അവൾ അവനെ മൃദുവായി പിന്നിലേക്ക് തള്ളി മാറ്റി. അവളുടെ മുഖം അപ്പോഴും ചെമ്പരത്തി പൂ പോലെ ചുവന്ന് തുടുത്തിരുന്നു. മതി, എനിക്ക് താഴെ പോണം, മമ്മി അന്വേഷിക്കുന്നുണ്ടാവും. അവൾ കിതപ്പോടെ പറഞ്ഞൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇല്ല, ഇപ്പം എൻ്റെ കുഞ്ഞ് എങ്ങോട്ടും പോകുന്നില്ല എന്ന് കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ പൊക്കിയെടുത്ത് മുന്നിലെ മേക്കപ്പ് ടേബിളിന് മേലെ ഇരുത്തി. ഇച്ഛായ, എന്തായി കാണിക്കുന്നത്? ഷോൺ അവളുടെ മാറിൽ നിന്നും സാരി തലപ്പ് മാറ്റി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയതും അവൾ അവൻ്റെ മുടിയിൽ പിടിച്ച് അവൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തി. ഇച്ഛായ, ദേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വൈകും കേട്ടോ. വൈകട്ടെ, അതും പറഞ്ഞ് അവളുടെ കൈയെടുത്ത് മാറ്റി അവൻ വീണ്ടും അവിടെ മുഖം അടുപ്പിച്ചു. ബ്ലൗസിൻ്റെ ഹുക്കുകൾ ഓരോന്നായി അടർന്നു വീണു. ഇച്ഛായ, മോളുണർന്നിരിക്കുക, അവള് കരയും കേട്ടോ. എൻ്റെ മോൾക്കറിയാം എപ്പോൾ കരയണമെന്ന്. പിന്നീട് നിദ്ര എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവിടെ കുറുമ്പ് കാട്ടി തുടങ്ങി. അവളുടെ ചുണ്ടിൽ നിന്നുയർന്ന നേർത്തൊരു ഞരക്കം ആ മുറിയിൽ അലയടിച്ചു. പെട്ടെന്നുള്ള ആ സ്പർശനത്തിൽ അവൾ കണ്ണുകളടച്ച് അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ പരാതികളും കുതറലുകളും നിമിഷങ്ങൾക്കാവും അവൻ്റെ പ്രണയത്തിന് മുന്നിൽ അലിഞ്ഞുപോയി. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൻ്റെ ചുടുനിശ്വാസങ്ങളിൽ മാഞ്ഞു. ആ നിമിഷത്തിൻ്റെ മായാജാലത്തിൽ അവൾ വിവശയായി തുടങ്ങിയതും ഷോൺ അവളെയും കൈകളിലെടുത്ത് ബെഡിന് അരികിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുമിട്ട് സാരിയും നേരെയാക്കി അവളുടെ നിറകെ ഒരു ചുംബനവും നൽകി. ഇനി എൻ്റെ കുഞ്ഞ് റെസ്റ്റ് എടുത്തോ, ഇപ്പോൾ ഒന്നുകൂടെ തളർന്നു. അതും പറഞ്ഞ് ഷോൺ അവളിൽ നിന്നും അടർന്നു മാറാൻ ഒരുങ്ങിയതും അവൻ്റെ കയ്യിൽ നിദ്രയുടെ പിടി വീണു. അങ്ങനെ അങ്ങ് പോയാലോ? ഞാനേ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് കരുതിയല്ലേ മോൻ ഈ സാഹസമൊക്കെയും കാട്ടിയേ? അങ്ങനെ ഇപ്പോൾ എന്നെ തളർത്തിയിട്ട് ഇയാൾ പോവണ്ട. അത്രയും പറഞ്ഞവൾ അവനെ ബെഡിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ മേലേക്ക് അമർന്നു. അടുത്ത നിമിഷം അവൾ അവൻ്റെ അതരങ്ങൾ മുഴുവനായും കവർന്നു. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ഷോൺ ചെറുതായി ഒന്ന് അമ്പരന്നെങ്കിലും ഉടൻ തന്നെ അവളുടെ ആ പ്രണയത്തിന് മുന്നിൽ കീഴടങ്ങി. അവൻ തൻ്റെ ഇരു കൈകളും കൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. ഒന്ന് കുറുകിക്കൊണ്ട് നിദ്ര അവൻ്റെ അതരങ്ങൾ നുണഞ്ഞു വലിച്ചു. അവളുടെ കൈകൾ അവനിൽ എവിടേക്കോ അലഞ്ഞു. ആ ചെറിയ മുറിയിലെ നിമിഷങ്ങൾ കൂടുതൽ മനോഹരമായിക്കൊണ്ടിരുന്നു. ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മറന്നവർ പരസ്പരം ലയിച്ചു ചേർന്ന ആ നിമിഷം അവരുടെ പ്രണയത്തിൻ്റെ ആഴം ഒരിക്കൽ കൂടി വിളിച്ചോതുകയായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് ചുംബനത്തിൻ്റെ രസച്ചരട് മുറിയുന്നത്. നിദ്ര അവനിൽ നിന്നും അടർന്നു മാറി കുഞ്ഞിനെ എടുത്ത് ബെഡിൽ കിടത്തി. അവൾ കുഞ്ഞിനെ പാലൂട്ടാൻ ഒരുങ്ങിയതും അവൻ അവളെ തടഞ്ഞു. നിത്തു, നീ മേല് കഴുകിയിട്ട് വാ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. അവനത് പറഞ്ഞപ്പോഴാണ് നിദ്ര അക്കാര്യം ഓർക്കുന്നതും.
നിദ്ര വാഷ്റൂമിലേക്ക് പോവാൻ നേരം ഷോൺ കുഞ്ഞിനെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ഇരുത്തി. അച്ചൂസേ, നിന്റെ അമ്മ ഇങ്ങനെ ഓവർ റൊമാൻറ്റിക് ആയാലേ അധികം വൈകാതെ മോൾക്ക് ഒരു അനിയനെയോ അനിയത്തിയോ കിട്ടും. നിദ്ര കേൾക്കാൻ പാകത്തിലാണ് ഷോൺ അത് പറയുന്നത്. പപ്പ പറയുന്നത് മനസ്സിലായെന്ന പോലെ കുഞ്ഞ് ചിരിച്ചു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുഞ്ഞ് ഓക്കെ ആണെങ്കിലേ പപ്പ ഡബിൾ ഓക്കെയാ. ഷോണിൻ്റെ ആ പറച്ചിൽ കേട്ട് നിദ്ര തൻ്റെ സാരി അഴിച്ചു മാറ്റി അവൻ്റെ മേലേക്ക് എറിഞ്ഞു. നോക്കിയിരുന്നോ, ഇപ്പം കിട്ടും. എനിക്ക് വയ്യ ഇനി പ്രസവിക്കാൻ. തോന്നുമ്പോൾ പെറ്റിടാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത? അതും പറഞ്ഞവൾ അവനെ കൂർപ്പിച്ച് നോക്കി വാഷ്റൂമിൽ കയറി ഡോർ അടച്ചു. ആ നേരത്താണ് കുഞ്ഞവൻ്റെ ഷർട്ടിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുക്കുന്നത്. അയ്യോ, ഷോൺ അറിയാതെ പറഞ്ഞു പോയി. നിദ്ര, നീ കൊച്ചിന് ഡയപ്പർ ഇട്ടില്ലായിരുന്നോ? ഇല്ല ഇച്ചായ. എന്തേ? നിദ്ര വാഷ്റൂമിൽ നിന്നും വിളിച്ചു ചോദിച്ചു. അവളെൻ്റെ മേലേക്ക് ഷൂഷു ആക്കി. ആഹാ, അടിപൊളി. ഉണ്ണിമൂത്രം പുണ്യാഹ എന്നല്ല ചൊല്ല്. അല്ലേലും നിങ്ങൾക്ക് കുളിക്കാതെ പോകാൻ പറ്റില്ലായിരുന്നു. നേരത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതേ എനിക്ക് മനസ്സിലായിരുന്നു. അത് പിന്നെ അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നല്ലോ നിൻ്റേത്. പിന്നെ എങ്ങനെ കയ്യിൽ നിന്ന് പോവാതിരിക്കും? വിക്കി പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിന് നേരെ തിരിഞ്ഞു. നീ പണി പറ്റിച്ചല്ലോടി കുറുമ്പി. ഇനിയിപ്പോൾ അമ്മയും മോളും എന്നെ ഇവിടെ പിടിച്ചിരുത്തുവോ? അന്നേരം കുഞ്ഞ് അവൻ്റെ താടി പിടിച്ച് വലിച്ചതും ഷോൺ കുഞ്ഞിൻ്റെ നെറുകയിൽ ഉമ്മ വെച്ച് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു. പിന്നെ അവൻ്റെ ഷർട്ടും മാറി. 4 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു ഷോൺ. ഷർട്ടിൻ്റെ അവസാന ബട്ടൺ ഇട്ട് വാച്ച് കയ്യിൽ കെട്ടുന്നതിനിടയിലാണ് അവൻ നിദ്രയെ വിളിച്ചത്. നിത്തു, നമ്മുടെ ജയമോഹൻ സാറെ നിന്നെ അന്വേഷിച്ചിരുന്നു. നീ വേണമെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ പോന്നു. നിനക്ക് ആളോട് സംസാരിക്കാലോ. ഷോൺ പറഞ്ഞത് കേട്ടതും നിദ്രയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. അപ്പോൾ ഇച്ചായൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടോ? ഞങ്ങളിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. നമ്മൾ TV-യിൽ കാണുന്നത് പോലെയൊന്നുമല്ല ആള്. ഒരുപാട് സ്വാധീനവും സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലും ശരിക്കൊരു പാവ. ചുറ്റും ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഉള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. നിനക്കറിയോ, ഇപ്പോഴും ആള് സിംഗിളാ. ആ വാക്കുകൾ കേട്ടതും നിദ്രയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ അതിശയത്തോടെ ഷോണിനെ നോക്കി. അതെന്താ ഇതുവരെ അദ്ദേഹം കല്യാണം കഴിക്കാത്ത? അമ്മോ, അത് ഞാൻ ചോദിച്ചില്ല. ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ആ നിമിഷം നിർത്തിയ ശേഷം ഷോൺ വീണ്ടും പറഞ്ഞു. നീ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ സാറ് ഡിസ്ചാർജ് ആവും. പിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഷോണിൻ്റെ വാക്കുകൾ കേട്ട നിദ്രയിൽ വീണ്ടും ആ പഴയ പേഴ്സും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ യുവതിയുടെ ഫോട്ടോയും തെളിഞ്ഞു വന്നു. ഇന്ന് തന്നെ അദ്ദേഹത്തോട് എല്ലാം ചോദിച്ചറിയണം. അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേഗം ഡ്രസ്സ് മാറാനായി ചെന്നു. കുഞ്ഞിനെ വീട്ടിലാക്കി ഇരുവരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ നിദ്രയും ഷോണും രാജ്മോഹൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഷോൺ നിദ്ര അയാൾക്ക് പരിചയപ്പെടുത്തി. ഒരു ചെറുപുഞ്ചിരിയോടെ അയാൾ നിദ്ര അരികിലേക്ക് വിളിച്ചു. വാത്സല്യത്തോടെ അയാൾ നിദ്രയോട് സംസാരിച്ചു. തന്നെ രക്ഷിച്ചതിലുള്ള നന്ദി അയാളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കുക, എനിക്ക് ഡ്യൂട്ടിയുണ്ട് എന്ന് പറഞ്ഞ് ഷോൺ അവിടെ നിന്ന് പോയതും നിദ്ര തൻ്റെ ബാഗിൽ നിന്നും ആ പേഴ്സ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ആ പേഴ്സ് കണ്ടതും അയാളുടെ മുഖം വിടർന്നു. എൻ്റെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാ, നിദ്ര പറഞ്ഞു. ആണോ? ഞാൻ കരുതി ഇതെനിക്ക് നഷ്ടമായെന്ന്. താങ്ക് യു മോളെ. നിങ്ങൾ 2 പേരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതും പറഞ്ഞ് അയാൾ പേഴ്സ് തുറന്നു നോക്കി. പൊടുന്നനെ അയാളുടെ മുഖഭാവം മാറുന്നത് നിദ്ര നോക്കി നിന്നു. ഇതാണോ സാർ അന്വേഷിക്കുന്നത്? നിദ്ര തൻ്റെ ബാഗിൽ നിന്നും ആ യുവതിയുടെ ഫോട്ടോ എടുത്ത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ആ ഫോട്ടോ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു. അതെ, ഇത് തന്നെയാ മോളെ ഞാൻ അന്വേഷിക്കുന്നത്. അയാൾ ആ ഫോട്ടോ വാങ്ങി അതിൽ കുറച്ചു നേരം നോക്കിയിരുന്നു. പിന്നെ തിരികെ പേഴ്സിൽ വെച്ചു. അയാളുടെ അന്നേരത്തെ കണ്ണുകളിലെ ഭാവം നിദ്ര നോക്കി നിന്നു. ആരാത്? സാറിൻ്റെ പ്രണയിനിയാണോ? ഇവരോടുള്ള പ്രണയം കൊണ്ടാണോ സാറ് പിന്നീട് വിവാഹം കഴിക്കാഞ്ഞത്? അതൊക്കെ എന്തിനാ കുട്ടി അറിയുന്നത്? നിദ്രയുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ അയാളുടെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു. എനിക്ക് ഇവരെ അറിയാം, അതുകൊണ്ട് ചോദിച്ചതാ.
നിദ്ര പറഞ്ഞ വാക്കുകൾ കേട്ട് അയാളുടെ കണ്ണുകൾ തിളങ്ങി. എവിടെയാ എവിടെയാ ഇവളുള്ളത്? എനിക്കൊന്ന് കാണണമായിരുന്നു. എന്താ എന്താ ഇവരുടെ പേര്? എവിടെയാ വീട്? നമുക്കിപ്പോൾ തന്നെ പോയാലോ? അയാൾ പറഞ്ഞ വാക്കുകൾ നിദ്രയെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ചന്ദ്രവിലാസം കോവിലകത്തെ ഭാനുമതി തമ്പുരാട്ടിയെ സാറിന് ശരിക്കും അറിയില്ലേ? പിന്നെന്തിനാ ഈ ഫോട്ടോയും കൊണ്ട് നടക്കുന്നേ? പ്ലീസ് മോളൊന്നിപ്പോൾ എന്നോട് ചോദിക്കരുത്. മോൾക്ക് ഇവൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഞാൻ മോളോട് അപേക്ഷിക്കുക. സാറെന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇവരാരാണെന്നറിയാം, പക്ഷേ ഇവരെ കാണിച്ചു തരാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാരണം 31 വർഷങ്ങൾക്ക് മുൻപ് അവർ മരിച്ചുപോയി. മരിക്കുന്നതിന് മുൻപ് അവരൊരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയ അവർ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടാ. എത്ര ചോദിച്ചിട്ടും തൻ്റെ വീട്ടുകാരോട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അവർ പറഞ്ഞില്ല. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചു. അവർ വഴങ്ങിയില്ല. ഒടുവിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ വിധി വീണ്ടും അവരോട് ക്രൂരത കാട്ടി. വീട്ടുകാർ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എവിടെയോ ഉപേക്ഷിച്ചു. ദുഃഖം താങ്ങാനാവാതെ അവരും പിന്നീട് ജീവനൊടുക്കി. നിദ്ര പറഞ്ഞ ഓരോ വാക്കുകളും രാജമോഹന്റെ നെഞ്ചിലേക്ക് കൂരമ്പ് പോലെ തറച്ചിറങ്ങി. ദുഃഖം താങ്ങാനാവാതെ അവൾ ജീവനൊടുക്കി. ആ അവസാന വാക്ക് കേട്ട നിമിഷം അയാളുടെ കൈകളിലിരുന്ന പേഴ്സ് വിറച്ചുകൊണ്ട് താഴേക്ക് വീണു. ഇല്ല, ഒരു പൊട്ടിക്കരച്ചിലിനോട് സാമ്യമുള്ള ശബ്ദം അയാളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നു. രാജ്മോഹന്റെ ശബ്ദം അവസാന വാക്കുകളോടെ വിങ്ങിപ്പൊട്ടി. കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ അയാൾ തുടയ്ക്കാൻ പോലും ശ്രമിച്ചില്ല. ഭാനു, എനിക്ക് അവളുടെ പേര് പോലും അറിയുന്നത് ഇപ്പോഴാ. ഞാൻ അവളെ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. 32 വർഷം മുൻപ് എൻ്റെ ആദ്യ സിനിമയുടെ പരാജയം എന്നെ പൂർണ്ണമായി തകർത്തിരുന്നു. ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു പോയെന്ന് തോന്നലായിരുന്നു. അന്നൊക്കെ ഞാൻ പതിവിലും അധികം മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഒരു പെൺകുട്ടി എൻ്റെ കാറിന് മുന്നിലേക്ക് ഓടി വന്ന് വീണത്. അവളെ കുറേ പേര് പിന്തുടരുകയായിരുന്നു. രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൾ എനിക്ക് നേരെ കൈകൾ നീട്ടി. ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഞാൻ കാറിൻ്റെ ഡോർ തുറന്ന് അവൾ അകത്ത് കയറ്റി. അന്ന് രാത്രി കനത്ത മഴയായിരുന്നു. അവളെ രാത്രിയിൽ എവിടെയെങ്കിലും ഇറക്കിവിടാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ താമസിച്ചു, നാളെ രാവിലെ എവിടെ വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയത്. വീട്ടിലെത്തിയപ്പോൾ അവൾ ആകെ നനഞ്ഞു കുതിർന്ന അവസ്ഥയിലായിരുന്നു. അവൾക്കൊരു മുറി കാണിച്ചു കൊടുത്തു ഞാൻ. പക്ഷേ അപ്പോഴേക്കും മദ്യ എന്നെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന അവളുടെ രൂപം, അവളുടെ ആ സൗന്ദര്യം ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിനെ കീഴടക്കിയിരുന്നു. പിന്നെ രാവിലെ കണ്ണു തുറന്നപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിലെ സംഭവങ്ങൾ മങ്ങിയ ഓർമ്മകളായി മാത്രം എൻ്റെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി ഓർക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ കയ്യിൽ ഒരു ചെറിയ പേഴ്സ് മാത്രമേ അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതവൾ അവിടെ മറന്നു വെച്ചിട്ടാ അന്ന് പോയത്. ആ പേഴ്സിൽ കുറച്ച് രൂപയും ഈ ഫോട്ടോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസത്തിന് ശേഷം ഞാനൊരു നിമിഷം പോലും മനസ്സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല. അവളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷേ എനിക്കവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ഒരു രാത്രിയുടെ ഓർമ്മ അതെൻ്റെ മനസ്സിൽ ഒരു മുറിവായി തന്നെ അവശേഷിച്ചു. അതുകൊണ്ടാണ് പിന്നീട് വിവാഹം പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത്. എന്നെങ്കിലും എവിടെയെങ്കിലും അവളെ വീണ്ടും കണ്ടുമുട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയാ ഇത്രയും വർഷം ഞാൻ ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ അറിയുന്നു അവൾ ഈ ലോകത്തില്ലെന്ന്. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ആരെയാണ് ഞാനിനി കാത്തിരിക്കേണ്ടത്? അവസാന വാക്കുകൾ പുറത്തു വന്നതും രാജമോഹൻ മുഖം കൈകളിൽ പൊത്തി പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളായി നെഞ്ചിനുള്ളിൽ അടക്കി വെച്ച കുറ്റബോധവും നഷ്ടബോധവും ആ കണ്ണീരിനൊപ്പം ഒഴുകിയിറങ്ങുമ്പോൾ മുന്നിൽ നിന്ന് നിദ്രയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞിരുന്നു. അവൾക്കിപ്പോൾ വ്യക്തമായിരുന്നു, ഈ മനുഷ്യനൊരു വഞ്ചകനല്ല. വിധിയുടെ ക്രൂരമായ കളിയിൽ
ജീവിതം മുഴുവൻ ശിക്ഷ അനുഭവിച്ച ഒരാളാണ്. അതോടൊപ്പം ഷോണിൻ്റെ യഥാർത്ഥ അച്ഛനാണ് തൻ്റെ മുന്നിലിരിക്കുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. ഇതേ സമയം ഷോൺ നിദ്രയോട് എന്തോ പറയാൻ വേണ്ടി മുറിയിലേക്ക് തിരികെ വരുമ്പോഴാണ് ഇരുവരുടെയും സംസാരം കേൾക്കുന്നത്. നിദ്ര പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ച ഷോൺ പുറത്തു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മോളെ, ആ കുഞ്ഞ് ഇപ്പം എവിടെയുണ്ടെന്ന് മോൾക്കറിയോ? രാജമോഹൻ്റെ ആ ചോദ്യം നിദ്രയെ ഞെട്ടിച്ചു കളഞ്ഞു. അതിന് മറുപടി പറയാൻ അവൾക്കാവില്ലായിരുന്നു. അത് പറഞ്ഞ ഒരുപാട് പേരുടെ കണ്ണുനീർ തൻ്റെ മുന്നിൽ വീഴുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഇല്ല, എനിക്കറിയില്ല. ഉള്ളിലെ പരിഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാ ഞാൻ ചെല്ലട്ടെ സാർ. നിദ്രയ്ക്ക് പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അവൾ പോവാനൊരുങ്ങി. മോളുടെ മുഖം പറയുന്നുണ്ട് മോൾക്ക് എല്ലാം അറിയാമെന്ന്. മുന്നോട്ട് നടക്കുന്ന നിദ്രയെ നോക്കി അയാൾ പിന്നിൽ നിന്ന് പറഞ്ഞു. സോറി സാർ, അങ്ങ് എന്നെ അതിന് നിർബന്ധിക്കരുത്. എനിക്കത് പറയാൻ കഴിയില്ല സാർ. ആ കുഞ്ഞിനെ മറന്നേക്ക്. അത്രയും പറഞ്ഞവൾ തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു. നിദ്രയുടെ വരവ് തിരിച്ചറിഞ്ഞ ഷോൺ അവിടെ മറഞ്ഞു നിന്നു. പുറത്തെത്തിയ നിദ്ര തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു ആ വരാന്തയിലൂടെ മുന്നോട്ട് നടന്നു. ആരായിരിക്കും ആ കുഞ്ഞ്? ഷോണിൻ്റെ മനസ്സിലൂടെ ആ ചിന്ത കടന്നുപോയി. വീട്ടിലെത്തിയിട്ടും ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അതിനു പുറമെ നിദ്രയുടെ അസ്വസ്ഥത നിറഞ്ഞ മുഖം ഷോണിൽ ചില സംശയം ഉണർത്തി. നേരത്തെ നിദ്ര പറഞ്ഞ കഥയിൽ നിന്നും ചന്ദ്രവിലാസം കോവിലകത്തെ കാര്യസ്ഥൻ്റെ പങ്ക് ഷോൺ വ്യക്തമായി കേട്ടിരുന്നു. അത് രാജേട്ടനാണെന്ന് ഉറപ്പിച്ച ഷോൺ പിറ്റേന്ന് തന്നെ ആരും അറിയാതെ കോവിലകത്തേക്ക് യാത്ര തിരിച്ചു. ആദ്യം രാജേട്ടൻ ഷോണിൽ നിന്നും എല്ലാം ഒളിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഷോണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. അയാൾ എല്ലാം തുറന്നു പറഞ്ഞു. രാജേട്ടൻ്റെ അവസാന വാക്കുകൾ കേട്ട നിമിഷം ഷോണിൻ്റെ ശരീരം മുഴുവൻ തളർന്നു പോയി. എന്താ രാജേട്ടൻ പറഞ്ഞ? വിറയുന്ന ശബ്ദത്തോടെ അവൻ വീണ്ടും ചോദിച്ചു. രാജേട്ടൻ പതിയെ കണ്ണുകൾ അടച്ചു. അതേ മോനെ, ആ ദിവസം ഭാനുമതി തമ്പുരാട്ടി പ്രസവിച്ച ആൺകുഞ്ഞ് അത് നീ തന്നെയാ. ആ വാക്കുകൾ ഷോണിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ലോകം മുഴുവൻ തനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ അവന് തോന്നി. ചുമരിൽ കൈ താങ്ങില്ലായിരുന്നെങ്കിൽ അവൻ നിലത്തേക്ക് വീണുപോയേനെ. അപ്പോൾ ഞാൻ വിറച്ച ചുണ്ടുകളോടെ അവൻ ചോദിച്ചു. ഞാൻ ചന്ദ്രവിലാസം കോവിലകത്തെ ഭാനുമതി തമ്പുരാട്ടിയുടെ മകനാണോ? രാജേട്ടൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് തലയാട്ടി. അതേ മോനെ, പക്ഷെ ആ കുഞ്ഞ് മരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിപ്പിച്ചത് ഞാനായിരുന്നു. ഷോണിൻ്റെ കണ്ണുകൾ ചുവന്നു. എന്തിനാ? ഒരു നിലവിളി പോലെയായിരുന്നു ആ ചോദ്യം. രാജേട്ടൻ തല കുനിച്ചു. അന്നത്തെ തമ്പുരാൻ ആ കുഞ്ഞിനെ ജീവനോടെ വിടില്ലായിരുന്നു. അവരുടെ കുടുംബത്തിന് അപമാനമാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് അതൊക്കെ. പിന്നീട് ഞാൻ അവരോട് സത്യം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. രാജേട്ടൻ്റെ ഓരോ വാക്കുകളും ഷോണിൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. അവൻ പതിയെ പിന്നിലേക്ക് നടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇത്രയും വളർത്തിയ പപ്പയും അമ്മയും അവരെൻ്റെ യഥാർത്ഥ മാതാപിതാക്കളല്ലേ? അല്ല മോനെ. പക്ഷേ അതുകൊണ്ട് അവർ നിന്റെ പപ്പയും അമ്മയും അല്ലാതാവില്ല. നിന്റെ മമ്മിക്ക് ഒന്നും അറിയില്ല. നിന്നെ ജീവനേക്കാൾ സ്നേഹിച്ച് വളർത്തിയത് അവരാ. ഷോൺ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ മനസ്സിലൂടെ ഓരോ മുഖങ്ങളും കടന്നുപോയി. ഡാനിയലിൻ്റെ സ്നേഹം, മമ്മിയുടെ സ്നേഹം കലർന്ന ശാസന, അവരുടെ ത്യാഗങ്ങൾ തന്നെ പഠിപ്പിച്ചു, വലിയൊരു നിലയിലെത്തിച്ചു. അതോടൊപ്പം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭാനുമതി എന്ന അമ്മയുടെ മുഖവും, ആശുപത്രിയിൽ കണ്ട രാജ്മോഹൻ്റെ മുഖവും. അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ അച്ഛൻ. ആ വാക്ക് അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അറിയാതെ പുറത്തു വന്നു. ആ നിമിഷം ആശുപത്രിയിൽ കണ്ട രാജ്മോഹൻ്റെ ഓരോ നോട്ടവും ഓരോ സ്നേഹവാക്കുകളും തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞ നിമിഷങ്ങളും എല്ലാം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അറിയാതെ തന്നെ സ്വന്തം മകനെ നോക്കി നിന്ന അച്ഛൻ, സ്വന്തം അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച മകൻ. വിധി ഒരുക്കിയ ആ വിചിത്ര സംഗമം ഓർത്തപ്പോൾ ഷോണിൻ്റെ നെഞ്ചൊന്ന് വിങ്ങിപ്പൊട്ടി. ഇത്രയും വർഷങ്ങളായി അറിയാതെ അകന്നുന്ന ബന്ധങ്ങൾ ഒരൊറ്റ നിമിഷത്തിൽ അവൻ്റെ മുന്നിൽ തെളിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ അനിയന്ത്രിതമായി നിറഞ്ഞൊഴുകി. എല്ലാം വിധിയുടെ കളിയാണ് മോനെ. നടക്കേണ്ടത് അതിൻ്റെ സമയത്ത് തന്നെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാജേട്ടൻ ഷോണിൻ്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ച് അവനെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം
രാജേട്ടൻ അവനെ തറവാട്ടിൽ പിന്നാമ്പുറത്തുള്ള ശാന്തമായ ഒരു കോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പൂക്കളാൽ അലങ്കരിച്ചിരുന്ന ചെറിയ അസ്ഥിത്തറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ രാജേട്ടൻ്റെ ശബ്ദം ഇടറി. ഇവിടെയാ ഭാനുവിൻ്റെ അസ്ഥിത്തറ. ആ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ ഹൃദയം വീണ്ടും പിടഞ്ഞു. വിറയാർന്ന കൈകളാൽ അവൻ ദീപം എടുത്ത അമ്മയുടെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ തെളിയിച്ചു. ആ ജ്വാല ഉയർന്ന നിമിഷം കണ്ണുനീർ ധാരയായി അവൻ്റെ കവിളിലൂടെ ഒഴുകി. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത അമ്മയുടെ സാന്നിധ്യം ആ മണ്ണിൽ അവൻ അനുഭവിച്ചു. ഒരു നിമിഷം മൗനമായി നിന്ന ശേഷം അവൻ പതിയെ മുട്ടുകൊത്തി നെറുക അസ്ഥിത്തറയിൽ ചേർത്തു. അമ്മ വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. പക്ഷേ അമ്മയുടെ മോൻ വന്നിട്ടുണ്ട് എന്ന് വിതുമ്പിക്കൊണ്ട് അവൻ കരഞ്ഞു. ആ നിശബ്ദതയിൽ തെളിഞ്ഞു നിന്ന ആ ചെറിയ ദീപനാളം വർഷങ്ങളായി വേർപിരിഞ്ഞിരുന്ന ഒരമ്മയുടെയും മകൻ്റെയും ആത്മബന്ധത്തിന് സാക്ഷിയായി ജ്വലിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ആ സത്യം മനസ്സിലാക്കിയിട്ടും ഷോൺ ഒരാളുടെ മുന്നിൽ ഒന്നും അറിയുന്നതായി ഭാവിച്ചില്ല. തൻ്റെ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരുന്നെങ്കിലും അത് മുഖത്ത് പ്രതിഫലിപ്പിക്കാൻ അവൻ ഒരിക്കലും അനുവദിച്ചില്ല. മറിച്ച് ഡാനിയലിനോടും സാറയോടും അവനുണ്ടായിരുന്ന സ്നേഹവും ആദരവും മുമ്പത്തേക്കാൾ ഇരട്ടിയായി. തനിക്ക് ജീവനും ജീവിതവും നൽകിയത് അവരാണെന്ന ബോധ്യം അവരോടുള്ള കടപ്പാടിനെ കൂടുതൽ ആഴത്തിലാക്കി. അവരുടെ മനസ്സിൽ ഒരു നിമിഷം പോലും വേദന ഉണ്ടാക്കാതിരിക്കാൻ അവൻ ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെയായിരുന്നു വെച്ചത്. വീട്ടിൽ നിന്നും അകന്നു മാറി നിന്നിരുന്ന റോണിയെയും ലിയയെയും തിരികെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തതും ഷോൺ തന്നെയായിരുന്നു. അവരുടെ പിണക്കങ്ങൾ ഓരോന്നായി പറഞ്ഞു തീർത്ത് കുടുംബം വീണ്ടും ഒന്നാകണമെന്ന ആഗ്രഹത്തോടെ അവൻ എല്ലാവരെയും ഒരുമിപ്പിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ആ വീടിൻ്റെ ചുവരുകളിൽ വീണ്ടും ചിരികളാലും സ്നേഹത്താലും നിറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഷോൺ നിശബ്ദമായി മറ്റൊരു സത്യത്തിൻ്റെ പിന്നാലെയായിരുന്നു. ആരും അറിയാതെ അതീവ രഹസ്യമായി രാജ്മോഹൻ്റെ DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഓരോ ദിവസവും റിസൾട്ടിനായി കാത്തിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം അസ്വസ്ഥത കൊണ്ട് വിറച്ചിരുന്നു. പ്രതീക്ഷയും ഭയവും ഒരുപോലെ അവനെ വേട്ടയാടിയ നിമിഷങ്ങൾ ഒടുവിൽ അവസാനിച്ചു. റിസൾട്ടിൻ്റെ അവസാന വരിയിലേക്ക് കണ്ണുകൾ പതിഞ്ഞതും അവൻ്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രാജ്മോഹൻ ഷോണിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അയാളുടെ വരവ് നിദ്രയെ ഞെട്ടിച്ചുവെങ്കിലും അവളുടെ പ്രതീക്ഷകളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അയാൾ സാറയെയും ഡാനിയലിനോട് നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങി. ഡാനിയലിൻ്റെ കയ്യിലിരിക്കുന്ന ആഷിൻ്റെ പെണ്ണിനെ അയാൾ മടിയിലിരുത്തി കൊഞ്ചിക്കുന്നുണ്ട്. അയാൾ തൻ്റെ 60ാം പിറന്നാൾ ക്ഷണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതിനിടയിൽ ഷോൺ അങ്ങോട്ട് കയറി വന്നതും ഷോണിനെ അയാൾ തൻ്റെ പിറന്നാളിന് ക്ഷണിച്ചു. അയാളുടെ കയ്യിൽ നിന്നും ആഷിന് മോള് പപ്പയുടെ മേലേക്ക് ചാടി. കുഞ്ഞുവാവ ഒരു കുറുമ്പിയാ അല്ലേ? ശരിക്കും തൻ്റെ തനി പകർപ്പാ മോള്. കുഞ്ഞിനെ കൈമാറാൻ നേരം രാജ്മോഹൻ ഷോണിനോട് എന്ന പോലെ പറഞ്ഞതും ഷോൺ അയാളെ നോക്കി പുഞ്ചിരിച്ചു. നിദ്രയെ കണ്ടില്ലല്ലോ, അയാൾ തിരക്കി. അവൾ അപ്പുറത്തുണ്ട്, ഞാൻ വിളിക്കാം, നിങ്ങൾ സംസാരിക്കുമെന്നും പറഞ്ഞ ഷോൺ അടുക്കളയിലേക്ക് നടന്നതും നിദ്ര ഒരുതരം മരവിപ്പോടെ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു. നിദ്ര, നീ ഇവിടെ നിൽക്കുക, എന്താ അങ്ങോട്ട് ചെല്ലാത്തെ? ചെല്ല്. അല്ല, ഞാനേ കുടിക്കാൻ എടുക്കുമായിരുന്നു. നിദ്ര പറഞ്ഞൊപ്പിച്ചു. കുടിക്കാൻ ഞാൻ എടുത്തോളാം, നീ അങ്ങോട്ട് ചെല്ല്. അതും പറഞ്ഞ് ഷോൺ കുഞ്ഞിനെയും കൊടുത്ത് അവൾ അകത്തേക്ക് പറഞ്ഞു വിട്ടു. നിദ്രയെ കണ്ടതും അയാളൊന്ന് പുഞ്ചിരിച്ചു. പിറന്നാളിന് ക്ഷണിക്കുകയും ചെയ്തു. അവർ സംസാരിച്ചിരിക്കെ ഷോൺ ഒരു ട്രേയിൽ ജ്യൂസുമായി വന്നു രാജ്മോഹനും ഡാനിയലിനും സാരയ്ക്കും നൽകി. രാജ്മോഹൻ ഷോണിൻ്റെ പ്രവൃത്തികളൊക്കെയും നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് കുഞ്ഞിനെ എടുത്ത് ഷോൺ അകത്തേക്ക് നടന്നു. രാജ്മോഹൻ അവരോട് യാത്ര പറഞ്ഞ് പോവാനിറങ്ങി. അതിനിടയിൽ സാർ അകത്തേക്ക് പോയി. ഡാനിയൽ ഒരു കോൾ വന്ന് പുറത്തേക്ക് പോയതും നിദ്രയും രാജ്മോഹനും മാത്രം അവിടെ തനിച്ചായി. അല്ല, മോളുടെ കയ്യിൽ ഒരു കഥയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഒരു കഥ കേൾക്കാനുള്ള മൂടൊക്കെയുണ്ട്. അയാൾ നേർത്തൊരു പുഞ്ചിരിയോടെ ശാന്തമായി പറഞ്ഞു. അത് വേണ്ട സർ, ഇച്ചായന് അതിൽ താല്പര്യമില്ല. അദ്ദേഹം സമ്മതം മൂളാതെ എനിക്ക് കഥ പറയാൻ കഴിയില്ല. ഈ സാറ് വിളി വേണോ മോളെ? എന്നെ അച്ഛനെന്ന് വിളിച്ചൂടെ? എനിക്കങ്ങനെ വിളിക്കാൻ ആരുമില്ല. രാജ്മോഹൻ ചിരിയോടെ പറയുന്നതാണെങ്കിലും അതിനുള്ളിൽ ഒരു വേദന കലർന്നിരുന്നു. നിദ്ര നിറയാൻ വെമ്പുന്ന മിഴികൾ അടക്കി പിടിച്ചു അയാളെ നോക്കി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക മോളെ. എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് വരേണ്ടത് മോളുടെ ഉത്തരവാദിത്ത. നിങ്ങളെല്ലാവരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. അത്രയും പറഞ്ഞ് അയാൾ എഴുന്നേറ്റു. മോളെ, പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ കുഞ്ഞ്
അത് അത് ഷോണാണോ? വാക്കുകൾ ഇടറിയാണ് രാജ്മോഹൻ ചോദിച്ചത്. ആ ചോദ്യത്തിൽ സംശയത്തേക്കാൾ കൂടുതൽ ഭയവും പ്രതീക്ഷയും കലർന്നിരുന്നു. നിദ്ര പതിയെ തല ഉയർത്തി അയാളെ നോക്കി. കണ്ണുകളിൽ അവൾ കണ്ടത് ഒരായുസ്സിൻ്റെ നഷ്ടബോധമായിരുന്നു. മോളിനി അല്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം ആണെന്ന്. മോൾ ഇത്രത്തോളം രഹസ്യമായത് വെക്കുന്നെങ്കിൽ അത് മോൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആരോ ആണെന്ന് എനിക്ക് മനസ്സിലായി. നിദ്രയുടെ കവിളിൽ തട്ടിക്കൊണ്ട് അയാളത് പറഞ്ഞതും നിദ്ര അയാളുടെ കരം തൻ്റെ മുഖത്തോട് അടുപ്പിച്ചു. എന്നോട് പൊറുക്കണം, മനഃപൂർവ്വം ചെയ്തതല്ല ഒന്നും. ഞാൻ ഈ സത്യം അങ്ങയോട് തുറന്ന് പറഞ്ഞ ഒരു നാൾ അങ്ങയുടെ പെരുമാറ്റത്തിലൂടെയോ വാക്കുകളിലൂടെയോ എല്ലാവരും എല്ലാം മനസ്സിലാക്കിയേക്കാം. അങ്ങനെ സംഭവിച്ച ഒരുപാട് പേരുടെ കണ്ണുനീർ ഞാൻ കാണേണ്ടി വരും. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തകരുന്നത് എൻ്റെ അച്ഛനായിരിക്കും. ജന്മം കൊണ്ട് എൻ്റെ അച്ഛനല്ല അദ്ദേഹം, പക്ഷേ ഹൃദയം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാ. ഇച്ചായൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനല്ലെന്ന് അച്ഛനറിയാം, പക്ഷേ എനിക്കും ആ സത്യം അറിയാമെന്ന് അച്ഛനറിയില്ല. പിന്നെ മമ്മി സ്വന്തം മകനാണെന്ന് കരുതി പാലൂട്ടി വളർത്തിയ കുഞ്ഞ് തൻ്റെ വയറ്റിൽ പിറന്നതല്ലെന്ന് അറിയുന്ന നിമിഷം ആ അമ്മയുടെ ഹൃദയം എങ്ങനെ തകരുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സാർ. പിന്നെ പിന്നെ എൻ്റെ ഇച്ചായൻ, ആ സത്യം അദ്ദേഹത്തിന് എങ്ങനെ സഹിക്കാനാവും? എൻ്റെ ഇച്ചായൻ സങ്കടപ്പെടുന്നത് എനിക്കൊരിക്കലും കണ്ടു നിൽക്കാനാവില്ല. ഈ ഒരു സത്യം പുറത്തു വന്നാൽ ഇന്ന് വരെ സ്നേഹത്താൽ ഒന്നിച്ചു നിന്ന ഈ 3 ഹൃദയങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടായേക്കാം. അതിനേക്കാൾ നല്ലത് ആരും ഒന്നും അറിയാതിരിക്കുന്നതല്ലേ സാർ? അതുകൊണ്ട് സാർ ഇതെല്ലാം മറന്നേക്കണം. ഇതെൻ്റെ അപേക്ഷയാണ്. ഒരുപക്ഷെ ഇതെൻ്റെ സ്വാർത്ഥതയായി തോന്നാം, പക്ഷേ ഒരു ഭാര്യയുടെ ഹൃദയം കൊണ്ടും ഒരു മകളുടെ ഹൃദയം കൊണ്ടും ഞാനെടുക്കുന്ന തീരുമാനമായത്. ദയവായി ഈ രഹസ്യം എന്നോടൊപ്പം തന്നെ മണ്ണടിഞ്ഞു പോട്ടെ. മോള് പറഞ്ഞതാ ശരി. എൻ്റെ മോൻ്റെ ഭാഗ്യ മോള്. നല്ലതേ വരൂ. എനിക്ക് വിഷമമൊന്നുമില്ല. ദൂരെ നിന്ന് സ്നേഹിക്കാൻ എനിക്കൊരു മോളും പേരക്കുട്ടിയും ഉണ്ടല്ലോ, അത് മതി. അത്രയും പറഞ്ഞയാൾ വേദനയോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നിദ്രയ്ക്ക് നോക്കി നിൽക്കാനേ ആയുള്ളൂ. അദ്ദേഹം പോയോ? ഷോണിൻ്റെ ശബ്ദം കേട്ട് നിദ്ര തിരിഞ്ഞു നോക്കി. തൻ്റെ നിറഞ്ഞ മിഴികൾ അവനിൽ നിന്നും മറച്ചു വെക്കാൻ അവൾ പാടുപെട്ടു. നിത്തു, മോള് കരയുക, നീ മുറിയിലേക്ക് ചെല്ല്. ഷോൺ അതും പറഞ്ഞ് ടീപ്പോയിൽ വെച്ചിരുന്ന തൻ്റെ ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയ ഷോൺ തൻ്റെ ഫോണിൽ ഓൺ ചെയ്ത് വെച്ചിരുന്ന റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് അത് സേവ് ചെയ്തു. ഇയർബഡ്സ് ഫോണുമായി കണക്ട് ചെയ്ത് ആ സംഭാഷണം മുഴുവനും കേട്ടു. ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞു. എൻ്റെ ഇച്ചായൻ വിഷമിക്കുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല. നിദ്രയുടെ വിറയുന്ന ശബ്ദം കേട്ട നിമിഷം ഷോണിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. നിത്തു, അവൻ്റെ അതരങ്ങൾ മന്ത്രിച്ചു. അവൻ്റെ മനസ്സിൽ രാജ്മോഹൻ്റെ വേദന നിറഞ്ഞ മുഖവും തെളിഞ്ഞു. ദൂരെ നിന്ന് സ്നേഹിക്കാൻ എനിക്കൊരു മോളും പേരക്കുട്ടിയും ഉണ്ടല്ലോ, അത് മതി. ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതുകളിൽ മുഴങ്ങി. അവൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. അവൻ മുറ്റത്തെ ഇരുമ്പ് ബെഞ്ചിൽ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഇന്നായിരുന്നു രാജ്മോഹൻ്റെ 60ാം പിറന്നാൾ. ഡാനിയലും സാറയും ഷോണും നിദ്രയും കുഞ്ഞും റോണിയും ലിയയും എല്ലാവരും പാർട്ടിക്ക് പോയിരുന്നു. ഡാനിയൽ അയാൾക്ക് വേണ്ടി നല്ലൊരു ഗിഫ്റ്റും കരുതിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് ഭക്ഷണം കഴിച്ച് അവർ മടങ്ങാനൊരുങ്ങി. വണ്ടിയിൽ കയറിയ നേരം ഷോൺ തൻ്റെ ഫോൺ മറന്നുവെന്ന് വ്യാജേന പറഞ്ഞ് തിരികെ നടന്നു. വീട്ടുമുറ്റത്ത് നിന്ന് അവരുടെ യാത്ര നോക്കുന്ന രാജ്മോഹൻ ഷോണിനെ കണ്ടതും അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും മറന്നോ? ഷോൺ ഒരു നിമിഷം ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം പതിയെ രാജ്മോഹൻ്റെ അടുത്തേക്ക് നടന്നു. ശാന്തമായ സ്വരത്തിൽ അവൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കാറിൽ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പുറത്തെടുക്കാവൂ. ഒരു നിമിഷം നിർത്തിയ ശേഷം ഷോൺ വീണ്ടും പറഞ്ഞു, എന്നാ ഞാൻ പോട്ടെ. മറുപടി പറയാൻ പോലും അവസരം നൽകാതെ അവൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. ഷോണിൻ്റെ ആ വാക്കുകളും മുഖത്തെ അസാധാരണമായ ഗൗരവവും രാജ്മോഹൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കാർ പതിയെ മുന്നോട്ട് നീങ്ങി. ഡാനിയലിനെയും സാറയെയും വീട്ടിലിറക്കി പപ്പയോടും മമ്മിയോടും യാത്ര പറഞ്ഞ ശേഷമായിരുന്നു
ഷോൺ നിദ്രയും കൂട്ടി അന്നേ രാത്രി ചന്ദ്രവിലാസം കോവിലകത്തേക്ക് തിരിച്ചത്. ആ യാത്ര ഷോണിൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമായ വസ്ത്രങ്ങളും കുഞ്ഞിന് വേണ്ട സാധനങ്ങളും മറ്റെല്ലാ സാധനങ്ങളും അവൻ ആരും അറിയാതെ മുൻകൂട്ടി പാക്ക് ചെയ്തിരുന്നു. ഇതൊന്നും അറിയാതിരുന്ന നിദ്രയ്ക്ക് അതൊരു മനോഹരമായ സർപ്രൈസായി. ഇനി കുറച്ചുനാൾ ഞാൻ ആര്യനും നീ മുല്ലയും. ആര്യൻ്റെ പ്രണയം സ്വീകരിക്കാൻ മുല്ലപ്പൂവ് തയ്യാറായിക്കോ. ഷോണിൻ്റെ ആ വാക്കുകൾ നിദ്രയെ കുളിരണിയിപ്പിച്ചു. കാർ ഹൈവേയിലൂടെ പതിയെ കുതിച്ചുപോയി. സ്റ്റീരിയോയിൽ നിന്ന് വളരെ നേർത്ത ശബ്ദത്തിൽ നിദ്രയുടെ പ്രിയപ്പെട്ട ഗാനം ഒഴുകിയെത്തി. കാറിൻ്റെ നേർത്ത ചില്ലുകളിൽ നേരിയ മഴത്തുള്ളികൾ പതിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ വൈപ്പർ അവയെ തട്ടി മാറ്റുമ്പോൾ പുറത്തുള്ള തെരുവ് വിളക്കുകളുടെ വെളിച്ചം മഴത്തുള്ളികളിൽ പ്രതിഫലിപ്പിച്ച് സ്വർണ്ണ നൂലുകൾ പോലെ മിന്നിമറഞ്ഞു. ആ രാത്രി യാത്രയുടെ ഓരോ നിമിഷവും നിദ്ര മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചു. ഒരു കൈകൊണ്ട് ഷോണിൻ്റെ കൈ മുറുകെ പിടിച്ച് മറ്റേ കൈകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ജനാലയിലെ മഴത്തുള്ളികളിലൂടെ നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്കുള്ള കാഴ്ചകളിൽ മുഴുകി. പിന്നീട് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. അവിടെ എത്തുമ്പോഴേക്കും 2 മണി കഴിഞ്ഞിരുന്നു. നിദ്രയും കുഞ്ഞിനെയും ഉണർത്താതെ രണ്ടുപേരെയും മുറിക്കുള്ളിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം ഷോൺ വസ്ത്രം മാറാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. രാജ്മോഹൻ സാർ. ഒരു ദീർഘനിശ്വാസം വിട്ട് അവൻ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്താകെ നേരിയ മഴ, തണുത്ത കാറ്റ് മുഖത്ത് തഴുകിപ്പോയി. ആൻസർ ബട്ടൺ അമർത്തിയതും അപ്പുറത്തു നിന്ന് ഇടറിയ ഒരു ശബ്ദം കേട്ടു. മോനെ. ആ ഒരൊറ്റ വിളി കേട്ടപ്പോൾ ഷോൺ അറിയാതെ കണ്ണുകൾ അടച്ചു. സമ്മാനം അച്ഛന് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ അച്ഛന് എന്നെഴുതിയ വലിയ ക്യാൻവാസിലെ ഓയിൽ പെയിൻറ്റിങ്ങിലൂടെ വിറയാർന്ന വിരലുകൾ പതിയെ ഓടിച്ചുകൊണ്ട് രാജ്മോഹൻ പറഞ്ഞു. ആ ചിത്രത്തിൽ 50-കാരിയായ ഭാനുമതിയുടെ തോളിൽ സ്നേഹത്തോടെ കൈ ചേർത്ത് നിൽക്കുന്ന രാജ്മോഹൻ, അവരുടെ നടുവിൽ ഇരുവരെയും ചേർത്ത് നിൽക്കുന്ന ഷോൺ. യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും സംഭവിക്കാതെ പോയ ഒരു കുടുംബ ചിത്രം. പക്ഷെ ആ ക്യാൻവാസിൽ അത് ജീവനോട് ശ്വസിക്കുന്നുണ്ടായിരുന്നു. ഭാനുമതിയുടെ മുഖത്തെ ശാന്തമായ പുഞ്ചിരി, രാജ്മോഹൻ്റെ കണ്ണുകളിലെ അഭിമാനം, അവരുടെ നടുവിലെ ഒരു മകൻ്റെ പുഞ്ചിരിയുമായി നിൽക്കുന്ന ഷോൺ. ഒരു നിമിഷത്തേക്ക് അത് ചിത്രമല്ലായിരുന്നു, അപൂർണമായി പോയ ഒരു ജീവിതത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ഈ ഒരു ചിത്രം എൻ്റെ 60 വർഷത്തെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വിലയേറിയ സമ്മാനമാണ് മോനെ. രാജ്മോഹൻ്റെ ശബ്ദം ഇടറി. ഇങ്ങനെ നമ്മൾ 3 പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാനു എത്ര സന്തോഷിച്ചേനെ. ഷോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബാൽക്കണിയിലെ ഇരുട്ടിലേക്ക് നോക്കിയവൻ മൗനമായി നിന്നു. അവൻ്റെ ചുണ്ടുകൾ വിറച്ചെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയ ആ ഒരു വിളി മാത്രം പുറത്തു വന്നില്ല. അച്ഛാ. ആ വാക്ക് മനസ്സിനുള്ളിൽ മാത്രം മുഴങ്ങി. അവൻ്റെ കണ്ണുനീർ നിശബ്ദമായി കവളിലൂടെ ഒഴുകിയിറങ്ങി. എന്താ മോനൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ഈ ചിത്രം ആര് വരച്ചതാ? ആര്യൻ. ഷോൺ ഒരു കുറുമ്പോടെ പറഞ്ഞു. ആര്യനോ? അതാരാ മോനെ? ഞാൻ തന്നെയാ. നിദ്ര പറഞ്ഞല്ലേ ഒരു കഥയുണ്ടെന്ന്. അത് ഞാൻ അങ്ങക്ക് വായിക്കാൻ തരാം. അപ്പോൾ എല്ലാം മനസ്സിലാവും. അത് സിനിമയാക്കാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവൾക്ക് എന്തോ വലിയ ആഗ്രഹമായിരുന്നു. പറ്റുമെങ്കിൽ അവളുടെ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണം. തീർച്ചയായും. നിങ്ങൾ കഥയും കൊണ്ട് ഒരു ദിവസം എങ്ങോട്ട് ഇറങ്ങും. എനിക്കെൻ്റെ കൊച്ചുമോളെ കളിപ്പിച്ച് കൊതി തീർന്നില്ല. ഇറങ്ങാം. ഷോൺ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു. ഈ DNA ടെസ്റ്റ് എപ്പോൾ ചെയ്തു? കൂടെയുള്ള DNA ടെസ്റ്റ് റിപ്പോർട്ട് നോക്കി അയാൾ ചോദിച്ചു. കുറച്ച് നാളായി. പിന്നെ ഈ സത്യം എന്നോട് ആരും പറഞ്ഞതല്ല, ഞാൻ സ്വയം അറിഞ്ഞ് കണ്ടെത്തിയതാ. അതുകൊണ്ട് ഇതൊരിക്കലും മറ്റാരും അറിയരുത്. നിദ്ര പോലും. ഇതെൻ്റെ അപേക്ഷയാണ്. പിന്നെ ഒറ്റയ്ക്കാണെന്ന് തോന്നരുത്. ഞാൻ കൂടെ ഉണ്ടാവും, എന്നും എപ്പോഴും. അത്രമാത്രം പറഞ്ഞു ഷോൺ പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. അവൻ കോൾ കട്ട് ചെയ്തതും കുറച്ച് നിമിഷങ്ങൾ ഫോൺ മുറുകെ പിടിച്ചു നിന്നു. മഴത്തുള്ളികൾ ബാൽക്കണിയുടെ കൈവരിയിൽ പതിച്ച് പൊട്ടിച്ചിതറുന്ന ശബ്ദം മാത്രം ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്ത് ഫോൺ പതുക്കെ താഴെ വെച്ച രാജ്മോഹൻ വീണ്ടും ആ ക്യാൻവാസിന് മുന്നിലെത്തി. വിറയുന്ന വിരലുകൾ കൊണ്ട് ഭാനുമതിയുടെ മുഖത്ത് ഒന്ന് തലോടി. ഭാനു. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. നമ്മുടെ മോൻ എന്നെ അച്ഛനെന്ന് വിളിച്ചില്ല. പക്ഷെ അവൻ്റെ ഓരോ വാക്കിലും ഞാൻ ആ വിളി കേട്ടു.
കണ്ണുനീർ തുള്ളികൾ ക്യാൻവാസിലേക്ക് വീണു. നീ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവുമല്ലോ ഭാനു. മറുപടിയായി അവിടെ നിറഞ്ഞു നിന്നത് ചിത്രത്തിൽ ആ പുഞ്ചിരി മാത്രം. രാജ്മോഹൻ പതിയെ മേശപ്പുറത്തിരുന്ന DNA റിപ്പോർട്ട് എടുത്തു. ആ വരികളിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയ ശേഷം അദ്ദേഹം റിപ്പോർട്ട് മടക്കി ലോക്കറിനുള്ളിൽ വെച്ചു. ഷോൺ പറഞ്ഞ വാക്കുകൾ വീണ്ടും മനസ്സിൽ മുഴങ്ങി. ഇതൊരിക്കലും മറ്റാരും അറിയരുത്, നിദ്ര പോലും. ഇതെൻ്റെ അപേക്ഷയാ. ഇല്ല മോനെ, അയാൾ ഉറച്ച ശബ്ദത്തിൽ സ്വയം പറഞ്ഞു. ഇല്ല മോനെ, ഈ രഹസ്യം ഇനി എൻ്റെ കൂടെ തന്നെ അവസാനിക്കും. നിന്റെ ജീവിതത്തിലേക്ക് ഇനി എൻ്റെ നിഴൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. വീണ്ടും ആ ചിത്രത്തിന് മുന്നിലെത്തി നിന്ന അദ്ദേഹം ഒരു മെഴുകുതിരി തെളിയിച്ച് ക്യാൻവാസിന് മുന്നിൽ വെച്ചു. ഇനി എനിക്ക് എല്ലാ ദിവസവും നിങ്ങളെ രണ്ടുപേരെയും കാണാം. ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതേസമയം ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് കയറിയ ഷോൺ പതിയെ കട്ടിലിനരികിലിരുന്നു. ഗാഠനിദ്രയിലായിരുന്ന നിദ്രയുടെ നെറ്റിയിൽ വീണ മുടിയിഴകൾ അവൻ മെല്ലെ മാറ്റിവെച്ചു. അവൾ അരികിൽ അമ്മയോട് ചേർന്നിറങ്ങുന്ന കുഞ്ഞിനെ നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം നിറഞ്ഞു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളാ, ആരും കേൾക്കാതവൻ പതിയെ പറഞ്ഞു. ശേഷം കട്ടിലിലേക്ക് കിടന്ന് നിദ്രയുടെ കൈ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. പുറത്തു മഴ വീണ്ടും ശക്തമായി. പക്ഷെ ആ രാത്രിയിൽ രണ്ടച്ഛന്മാർ, ഒരാൾ മകനെ കണ്ടെത്തിയ സന്തോഷത്തിലും ഒരാൾ മകനെ നഷ്ടപ്പെടാതിരിക്കാൻ രഹസ്യം കാത്തു സൂക്ഷിച്ച സമാധാനത്തിലും ഒരേ ആകാശത്തിന് കീഴെ ഉറക്കമില്ലാതെ കിടന്നു. ഷോണനിദ്രയും ആര്യനും മുല്ലയുമായി അവരുടെ കുഞ്ഞിക്കുറുമ്പി ആശ്നിയുമൊത്ത് തറവാട്ടിലെ നിറസാന്നിധ്യമായി. അവിടം ആ തറവാട് വീണ്ടും ചിരികളാൽ നിറഞ്ഞു. ഓരോ നിമിഷവും പുതിയ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി മനോഹരമായ പ്രണയകാലം കടന്നു വന്നു. അന്ന് വൈകുന്നേരം ആശ്നിയെ കളിപ്പിക്കാനായി രാജേട്ടൻ്റെ മകൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയം നോക്കി നിദ്ര തൻ്റെ മുറിയിലേക്ക് നടന്നു. മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ആര്യമുല്ല എന്ന പുസ്തകവും മാസങ്ങളോളം ഹൃദയം ചേർത്തെഴുതി പകുതിയാക്കിയ ആ കൈയെഴുത്ത് താളുകളും അവൾ കൈകളിലെടുത്തു. അവളുടെ കാലുകൾ അറിയാതെ എത്തിയത് ആ തറവാട്ട് കുളത്തിൻ്റെ പടവിലേക്കായിരുന്നു. സന്ധ്യയുടെ സ്വർണ്ണ നിറം കുളത്തിൻ്റെ വെള്ളത്തിൽ തങ്ങി നിന്നു. ഇളങ്കാറ്റിൽ ആൽമരത്തിൻ്റെ ഇലകൾ പതിയെ ഇളകി. ചുറ്റും നിറഞ്ഞ നിശബ്ദതയിൽ കേട്ടത് പക്ഷികളുടെ മടങ്ങിപ്പോക്കിൻ്റെ സംഗീതം മാത്രമായിരുന്നു. പടവിലിരുന്ന് നിദ്ര ആഴത്തിൽ ഒരു ശ്വാസം വിട്ടു. പിന്നെ മുന്നിലിരുന്ന പുസ്തകം തുറന്ന് അവസാന അധ്യായം കൈയെഴുത്ത് താളുകളിലേക്ക് പകർത്തി എഴുതാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ഷോൺ അവളെ അന്വേഷിച്ചു കുളക്കരയിലേക്ക് എത്തിയത്. അല്പം ദൂരെ നിന്ന് തന്നെ അവൻ അവളെ കണ്ടു. സന്ധ്യയുടെ പൊൻവെളിച്ചത്തിൽ കാറ്റിൽ പാറുന്ന മുടിയിഴകൾ ഇടയ്ക്കിടെ കാതിന് പിന്നിലേക്ക് ഒതുക്കി ലോകം മുഴുവൻ മറന്ന് എഴുത്തിൽ മുഴുകിയിരിക്കുന്ന തൻ്റെ ഭാര്യ. ആ കാഴ്ച കണ്ട നിമിഷം തന്നെ അവൻ്റെ കാലുകൾ നിശ്ചലമായി. അവളെ ശല്യപ്പെടുത്താൻ അവന് മനസ്സ് വന്നില്ല. ശബ്ദമുണ്ടാക്കാതെ അവൻ അവളുടെ തൊട്ടരിയിൽ വന്നിരുന്നു. അവൻ്റെ സാന്നിധ്യം അറിഞ്ഞ നിദ്ര തല ഉയർത്തി നോക്കി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. ഒരു ചെറുപുഞ്ചിരി, അത് മാത്രം മതി. ഒന്നും പറയാതെ അവൾ വീണ്ടും എഴുത്തിലേക്ക് മടങ്ങി. ഷോൺ അവളെ നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ എന്തോ ഓർമ്മ വന്നതുപോലെ നിദ്രയുടെ അടുത്ത് കിടന്നിരുന്ന വെള്ള പേപ്പർ അവൻ മെല്ലെ എടുത്തു. അവളുടെ കയ്യിൽ നിന്നൊരു പെൻസിലും വാങ്ങി കുറച്ചകലെ മാറിയിരുന്നു. നിദ്ര ഇടയ്ക്കിടെ കൗതുകത്തോടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഇച്ചായൻ എന്തായി ചെയ്യുന്നേ എന്ന ചോദ്യം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നുവെങ്കിലും അവൾ ചോദിച്ചില്ല. അവൾ തൻ്റെ കഥയുടെ അവസാന വരികൾ എഴുതിക്കൊണ്ടിരുന്നു. ഷോൺ തൻ്റെ മനസ്സിലെ ഏറ്റവും മനോഹരമായ ചിത്രവും. സമയം പതിയെ കടന്നുപോയി. അവസാന നിദ്ര അവസാന വാചകവും എഴുതി പൂർത്തിയാക്കി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ പേന താഴെ വെച്ചു. പുസ്തകത്തിൻ്റെ അവസാന പേജിലേക്ക് നോക്കി അവൾ പതിയെ എഴുതി തുടങ്ങി. എ സ്റ്റോറി ബൈ ആഷോൺ ഡാനിയൽ എന്ന അടുത്ത നിമിഷം അവളുടെ വിരലുകൾക്കിടയിലെ പേന ഷോൺ സ്നേഹത്തോടെ വാങ്ങി. നിദ്ര അതിശയത്തോടെ അവനെ നോക്കി. ഷോൺ അവൾ എഴുതിയ വാക്കുകളിലേക്ക് ഒന്ന് നോക്കി. പിന്നെ അതിന് മുകളിലൂടെ മെല്ലെ വരയിട്ട് മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതി എ സ്റ്റോറി ബൈ നിദ്ര ഷോൺ. നിദ്രയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. ഇച്ചായ ഇതെന്തിനാ മാറ്റിയാൽ അവൾ പതിയെ ചോദിച്ചു. ഷോൺ പുഞ്ചിരിച്ചു. ഈ കഥ എൻ്റെ ഹൃദയത്തിൽ നിന്നാവാം ജനിച്ചത്, പക്ഷേ അതിന് വീണ്ടും ജീവൻ നൽകിയത് നിന്റെ ഹൃദയമാണ്. നമ്മൾ ജീവിച്ച നിമിഷങ്ങളെ നീ വാക്കുകളാക്കി, എൻ്റെ മൗനങ്ങളെ നീ കഥയാക്കി. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഞാനല്ല നിദ്ര,
നീയാ? നിദ്രയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ നിശബ്ദമായി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോഴാണ് ഷോൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ അവൾക്ക് നേരെ നീട്ടിയത്. നിദ്ര അത് തുറന്നു നോക്കി. അവളുടെ ശ്വാസം ഒരു നിമിഷം ഒന്ന് നിലച്ചു. കുളപ്പടവിൽ പുസ്തകവും പേനയും കയ്യിൽ പിടിച്ച് സന്ധ്യയുടെ പൊൻവെളിച്ചത്തിൽ എഴുത്തിൽ മുഴുകിയിരിക്കുന്ന അവൾ. അത്രമേൽ ജീവനുള്ളൊരു പെൻസിൽ ചിത്രം. ഓരോ വരയിലും അവൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമായിരുന്നു. കണ്ണുകൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി. ഇച്ചായ, ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ആര്യൻ്റെ മാജിക് ആണെന്ന് തോന്നുന്നു, അവൻ കുറുമ്പോടെ പറഞ്ഞു. ഇച്ചായ, ശരിക്കും ഇത്? നിത്തൂസ് എന്നെ കുഞ്ഞിലെ നല്ലോണം വരക്കുമായിരുന്നു. തിരക്കിനിടയിൽപ്പെട്ടെ ആ ക്രേസ് ഒന്ന് വിട്ടു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നീ അറിയാൻ ഇനി എന്തൊക്കെ കിടക്കുന്നു? അതെന്താ ഡോക്ടറെ അങ്ങനെയൊരു ടോക്ക്? എന്തായാലും ആര്യൻ്റെ കഴിവ് മൊത്തം ഇച്ചായന് കിട്ടിയിട്ടുണ്ട്. പിന്നെയും ആര്യൻ. എടോ ആര്യൻ ദേവവർമ്മ തമ്പുരാൻ, ഞാൻ എന്ത് ചെയ്താലും ക്രെഡിറ്റ് മൊത്തം തനിക്കാണല്ലോ പോകുന്നത്. ഷോൺ അവിടെ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞതും നിദ്രയിൽ ചിരി വിരിഞ്ഞു. നീ ചിരിക്കണ്ട, മുല്ലയുടെ ഒരു ഗുണവും നിനക്ക് കിട്ടിയിട്ടില്ല. അവനത് പറഞ്ഞതും നിദ്ര ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ഷോൺ നിദ്രയെ തന്നിലേക്ക് അടുപ്പിച്ചു. നിനക്കറിയോ നിത്തു, മുല്ല ഈ കുളപ്പടവിലെത്തിയ ഇതുപോലെ മാറി നിന്നും ധാവണി മാറ്റി അവിടെ എന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. ആദ്യം പറഞ്ഞ ഷോൺ അവളുടെ നേരിയതിൻ്റെ മറ നീക്കി അവളിലേക്ക് മുഖം അടുപ്പിച്ചു. ഇച്ചായ, എന്തായി കാണിക്കുന്നത്? അയ്യേ വിടന്നേ. മുല്ല എന്തായിരുന്നെന്ന് ഞാൻ കാണിച്ചു തന്നതല്ല പെണ്ണെ. ഓ, എനിക്കറിയാത്തതാണല്ലോ ഈ മുല്ല. അല്ലേലും എൻ്റെ അത്ര റൊമാൻറ്റിക്കൊന്നും ആയിരുന്നില്ല മുല്ല. അതെനിക്കറിയാവുന്നതാണല്ലോ. ഇച്ചായ പതിയെ നോക്കുന്നു. ഇച്ചായ മതി, എനിക്ക് നാണം വരുവാ. അടങ്ങിയിരിക്കു പെണ്ണെ. ഇരുവരുടെയും പ്രണയസ്വരം കാറ്റിനൊപ്പം ഒഴുകി ആ കുളക്കരയിലാകെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവരുടെ ചിരിയും നാണവും കുസൃതിയും ചേർന്ന ഓരോ നിമിഷവും പ്രകൃതി പോലും ആസ്വദിക്കുന്നത് പോലെ തോന്നി. പിന്നെയും കുറച്ചുനേരം അവരുടെ കളിച്ചിരികളും പ്രണയം നിറഞ്ഞ കുസൃതി വർത്തമാനങ്ങളും ആ കുളപ്പടവിനെ സജീവമാക്കി. ഒരിക്കൽ മുല്ലയുടെയും ആര്യൻ്റെയും പ്രണയത്തിന് സാക്ഷിയായിരുന്ന ആ പടവുകൾ ഇന്ന് ഷോണിൻ്റെയും നിദ്രയുടെയും പ്രണയമധുരത്തിനും നിശബ്ദ സാക്ഷികളായി മാറി. ഒരു ആഴ്ച കഴിഞ്ഞൊരു രാത്രിയിൽ തറവാട്ടിലെ നിശബ്ദയെ തഴുകിയെത്തിയ ഇളം കാറ്റിനൊപ്പം മുല്ലപ്പൂവിൻ്റെ മണം ആ വരാന്തയാകെ നിറഞ്ഞിരുന്നു. വരാന്തയുടെ ഒരറ്റത്ത് നിറയെ പൂത്തുലഞ്ഞ മുല്ലച്ചെടിക്ക് കീഴിൽ നിദ്രയും ഷോണും പരസ്പരം നെഞ്ചോട് ചേർന്നിരുന്നു. ഷോണിൻ്റെ നെഞ്ചിൽ തല ചായ്ച്ച് കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു നിദ്ര. അവളുടെ മുടിയിഴകളിലൂടെ വിരൽ കോർത്തുകൊണ്ട് ഷോൺ ആ നിമിഷത്തിൻ്റെ ശാന്തത ആസ്വദിച്ചു. നിത്തു, ഇന്നത്തെ ഈ രാത്രിയോടുകൂടി ഈ തറവാടും മുല്ലച്ചെടിയും ആര്യനും മുല്ലയും നമ്മുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞു പോയിരിക്കണം. ഒന്നിൻ്റെയും ഒരു ഓർമ്മ പോലും നിന്റെ മനസ്സിൽ ഇനി അവശേഷിക്കാൻ പാടില്ല. ഷോൺ പറഞ്ഞത് കേട്ട് നിദ്ര പതിയെ തല ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആദ്യമായി അവൾ കണ്ടത് ദൃഢനിശ്ചയമായിരുന്നു. കഴിഞ്ഞ കാലത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള ഉറച്ച തീരുമാനം. ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് മൃദുവായി ചോദിച്ചു, ഇച്ചായ, ശരിക്കും അതൊക്കെ മറക്കാൻ പറ്റുമോ? ഷോൺ അവളുടെ നിറകയിൽ തലോടി. മറക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അവയെ നമ്മളെ ഇനി വേട്ടയാടാൻ അനുവദിക്കാതിരിക്കാൻ കഴിയും. ഓർമ്മകൾ ജീവിച്ചിരിക്കട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അവകാശം ഇനി അവയ്ക്കില്ല. നിദ്രയുടെ കണ്ണുകളിൽ വീണ്ടും നീർത്തുള്ളികൾ നിറഞ്ഞു. അത് വേദനയുടെ കണ്ണീരായിരുന്നില്ല, മോചനത്തിൻ്റെ കണ്ണീരായിരുന്നു. എനിക്ക് വാക്ക് തരുമോ നിത്തു? എന്ത് വാക്കായി ചായ? ഇനി നീ ഒരിക്കലും ആരെയും മുല്ലയെ ഓർത്ത് കരയില്ലെന്ന്. അവരുടെ അപൂർണമായ കഥ പൂർത്തിയാക്കാനല്ല, നമ്മുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കാനാ നമ്മളിനി മുന്നോട്ട് പോകുന്നതെന്ന്. അവൾ അവൻ്റെ കൈകൾ രണ്ടും ചേർത്ത് മുറുകെ പിടിച്ചു. ഞാൻ വാക്ക് തരാം, ഇന്നു മുതൽ എൻ്റെ ലോകം ഇച്ചായനും നമ്മുടെ മോളും മാത്രം. കഴിഞ്ഞ ജന്മം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് നമ്മുടെ ജന്മത്തിലെ സന്തോഷങ്ങൾ മാത്രം. അത് കേട്ട ഷോണിൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. നിത്തു, ഈ തറവാട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല,
ഈ ജന്മത്തിലും ഈ കോവിലകം എനിക്ക് വേദനകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഷോൺ എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദി എന്ന പേര് തന്നെ ഒരിക്കലും ഒരു ഉണങ്ങാത്ത മുറിവ. ഒരുപാട് പേരുടെ കണ്ണുനീരും ചോരയും വീണ മണ്ണായത്. ആ ഓരോ ചുമരിലും ഓരോ കാറ്റിലും പോലും പഴയ ഓർമ്മകളുടെ നിലവിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ആ ഓർമ്മകളുടെ തടവുകാരായി ഇനിയും നമ്മൾ ജീവിക്കേണ്ടതെത്തും. കഴിഞ്ഞതിന് അവിടെ തന്നെ വിട്ടേക്കാം. ഇനി നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ ഓർമ്മകളല്ല, സന്തോഷത്തിൻ്റെ പുതിയ അധ്യായങ്ങളാണ് നിറയേണ്ടത്. ആര്യൻ്റെയും മുല്ലയുടെയും ഓർമ്മകൾ അവശേഷിക്കുന്ന ഒന്നും നമുക്കിനി വേണ്ട. ആ പുസ്തകവും മയിൽപ്പീലിയും എല്ലാം ഞാനിവിടെ ഉപേക്ഷിക്കും. നമുക്ക് മുന്നിലല്ലാതെ മറ്റാർക്ക് മുന്നിലും ആ അക്ഷരങ്ങൾ തെളിയില്ല. അതുകൊണ്ട് അത് സിനിമയെ ബാധിക്കില്ല. ഷോൺ പറഞ്ഞത് കേട്ടതും നിദ്ര പതിയെ തലയാട്ടി. അപ്പോൾ പിന്നെ ഇനി ഒരിക്കലും വിച്ചായൻ വരക്കില്ലായിരിക്കുമല്ലേ? ഇല്ല. ഒരു നിമിഷം മൗനമായി നിന്ന ശേഷം അവൾ മൃദുവായി ചോദിച്ചു, എന്നാ പിന്നെ അവസാനമായി എൻ്റെ ഒരു ചിത്രം വരച്ചു തരുമോ? ഷോൺ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തരാം. പക്ഷേ എനിക്ക് നിന്റെ സൗന്ദര്യം മുഴുവനും ആ ചിത്രത്തിൽ പകർത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനത് വരയ്ക്കൂ. അവൻ്റെ വാക്കുകൾ കേട്ടതും നിദ്രയുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. അടുത്ത നിമിഷം അവനിൽ കുറുമ്പ് നിറഞ്ഞു. അവളുടെ ധാവൺ ശീലെടുത്ത് കൈ പിടിച്ച് മുല്ലപ്പൂക്കൾ ഓരോന്നും പറിച്ചു അതിലേക്കിട്ടു. കൂടെ നിദ്രയും കൂടി. ഇച്ചായ, ഇതെന്തിനാ ഇത്രയും പൂക്കൾ? മുല്ലപ്പൂ കൊണ്ട് തുലാഭാരം നടത്താൻ പോവാ? ഞാനേ ഈ പൂക്കൾ കൊണ്ട് നിന്റെ മേനിയിലെ ഇന്ന് താജ്മഹൽ പണിയും. എന്നിട്ട് ഞാൻ വരച്ചോളാം. അവൻ്റെ പറച്ചിൽ കേട്ടതും നിദ്രയുടെ കവിളുകൾ വീണ്ടും ചുവന്നു. അവൾ ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകളിലെ തിളക്കം മറക്കാൻ കഴിഞ്ഞില്ല. മുറിയിൽ നിലാവിൻ്റെ വെളിച്ചവും മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും നിറഞ്ഞ ആ രാത്രിയിൽ നിദ്ര നിശബ്ദമായി നിന്നു. വെളുത്ത മുല്ലപ്പൂക്കൾ ശരീരത്തിലാകെ പെയ്തിറങ്ങിയിരുന്നു. ഓരോ ഇതളും അവളുടെ മേനിയെ മറയ്ക്കാൻ പ്രകൃതി തന്നെ നെയ്തെടുത്ത നാണത്തിൻ്റെ നേർത്ത ആവരണമെന്ന പോലെ തോന്നി. ആ കാഴ്ചയിൽ കാമത്തേക്കാൾ പരിശുദ്ധിയും പ്രണയത്തേക്കാൾ ആത്മബന്ധവും നിറഞ്ഞിരുന്നു. ഷോൺ പതിയെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അനങ്ങരുതേ, ഈ നിമിഷം എന്നേക്കുമായി എനിക്ക് സ്വന്തമാക്കണം. നിദ്രയുടെ അതരങ്ങളിൽ നാണം കലർന്നൊരു ചിരി വിരിഞ്ഞു. അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു. കാറ്റിലിളകിയ മുല്ലപ്പൂക്കൾ ഇടയ്ക്കിടെ അവളുടെ തോളിലേക്കും മുടിയിഴകളിലേക്കും പതിച്ചുകൊണ്ടിരുന്നു. ഷോൺ ആദ്യ വര വരച്ചു. പെൻസിലിൻ്റെ നേർത്ത രേഖകൾ വെറും രൂപമല്ല പകർത്തിയത്, അവൻ കണ്ട പ്രണയത്തെ ആയിരുന്നു. ആദ്യം അവളുടെ മുഖത്തിൻ്റെ മൃദുലമായ വളവുകൾ, പിന്നെ കണ്ണുകളുടെ ശാന്തത, ചിരിയുടെ മായാത്ത തിളക്കം, കാറ്റിലൊഴുകുന്ന മുടിയിഴകൾ. ഓരോ രേഖയും അവൻ്റെ ഹൃദയത്തിമിടിപ്പിനൊപ്പം പേപ്പറിലേക്ക് ഒഴുകിയിറങ്ങി. ഇടയ്ക്കൊരിക്കൽ അവൻ ചിത്രത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി. വീണ്ടും വരച്ചു, വീണ്ടും നോക്കി. ചിത്രത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ അവൻ തേടിയത് സൗന്ദര്യമല്ലായിരുന്നു, അവൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കിയ ആത്മാവിൻ്റെ സ്പന്ദനമായിരുന്നു. സമയം എത്ര കടന്നുപോയെന്ന് ഇരുവരും അറിഞ്ഞില്ല. അവസാന രേഖയും പൂർത്തിയാക്കി ഷോൺ പെൻസിൽ പതുക്കെ താഴെ വെച്ചു. അവൻ്റെ കണ്ണുകളിൽ ഒരു കലാകാരൻ്റെ സംതൃപ്തി ഉണ്ടായിരുന്നു. നിദ്ര കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ നിദ്ര മെല്ലെ കണ്ണു തുറന്നു. ഷോൺ അവളുടെ മുന്നിലേക്ക് ആ ചിത്രം നീട്ടിക്കൊടുത്തപ്പോൾ സ്വന്തം രൂപം അത്രയേറെ പ്രണയത്തോടെ അവൻ്റെ കണ്ണുകളിലൂടെ പിറന്നത് കണ്ട നിമിഷം അവളുടെ കവിളുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് വിരിഞ്ഞു. ഇത്രയും ഭംഗിയായി എന്നെ കാണുന്നത് ഇച്ചായൻ്റെ കണ്ണുകൾ മാത്രമായിരിക്കും, അവൾ മന്ദഹാസത്തോടെ പറഞ്ഞു. ഷോൺ അവളുടെ നെറ്റിയിലേക്ക് വീണിരുന്ന മുല്ലപ്പൂ വിതളുകൾ വിരലുകളാൽ സാവധാനം മാറ്റി. ശേഷം അവളുടെ കഴുത്തിന് താഴേക്ക് പതിയെ ഊതി തുടങ്ങി. അവളുടെ കറുത്ത മറുക് അവന് മുന്നിൽ തെളിഞ്ഞതും അവൻ അവിടം ചുംബിച്ചു. അവൻ്റെ നിശ്വാസം അവളിൽ ഒഴുകിയിറങ്ങി. ഓരോ ഇതളും താഴേക്ക് ഒഴുകിപ്പോകുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് അല്പം കൂടി വേഗത്തിലായി. അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. ഈ ചിത്രം മങ്ങിപ്പോയാലും ഇന്നത്തെ ഈ നിമിഷം ഒരിക്കലും ആയില്ല, ഷോൺ മൃദുവായി പറഞ്ഞു. വീണ്ടും ഒരു മനോഹരമായ പ്രണയരാത്രിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അവൻ്റെ അതരങ്ങൾ അവളിൽ അലഞ്ഞു നടന്നു. പിറ്റേന്ന് രാവിലെ ഷോൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തിൻ്റെ എല്ലാ ഓർമ്മകളും ആ കോവിലകത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ തന്നെ ഉപേക്ഷിച്ച് നിദ്രയും ഷോണും യാത്ര തിരിക്കാൻ ഒരുങ്ങി. മുറ്റത്ത് അവസാനമായി ഒന്ന് കണ്ണോടിച്ച ശേഷം ഷോൺ രാജേട്ടൻ്റെ അടുത്തേക്ക് നടന്നു. രാജേട്ട, ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവുണ്ടാവില്ല.
ഈ കോവിലകത്തോട് എനിക്കൊരു ദേഷ്യവുമില്ല. പക്ഷെ ഇവിടെ ശേഷിക്കുന്നത് മുറിവേൽപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമാണ്. അവകാശികളില്ലാത്ത സ്ഥിതിക്കിനി കോവിലകം ട്രസ്റ്റിൻ്റെ സംരക്ഷണത്തിലാവുമല്ലോ. അതായിരിക്കും ഇതിന് നല്ലത്. പക്ഷെ ഒരു കാര്യം മാത്രം, രാജേട്ടന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. അവിടെ എന്നും രാജേട്ടനൊരു സ്ഥാനമുണ്ടാകും. ഷോണിൻ്റെ വാക്കുകൾ കേട്ടതും രാജേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പറയാൻ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തൊണ്ടയിൽ ഒരു തേങ്ങൽ അവയെല്ലാം തടഞ്ഞു. ഒടുവിൽ വിറയുന്ന കൈകൊണ്ട് ഷോണിൻ്റെ തോളിൽ തട്ടി അദ്ദേഹം പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സന്തോഷമായി ജീവിക്കണം മോനെ, അതാണ് എനിക്ക് വേണ്ടത്. ആ വാക്കുകൾക്ക് മറുപടിയായി ഷോൺ ഒരു ചെറുപുഞ്ചിരി മാത്രം സമ്മാനിച്ചു. പിന്നെ പതിയെ തിരിഞ്ഞ് തൻ്റെ കാറിനരികിലേക്ക് നടന്നു. അപ്പോഴേക്കും നിദ്ര കുഞ്ഞിനെ അടുത്ത് കാറിൽ കയറിയിരുന്നു. ഷോൺ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവളെ നോക്കി മൃദുവായി ചോദിച്ചു, പോവാം? മുഖമുയർത്താതെ നിദ്ര പതിയൊന്ന് മൂളി. പപ്പയുടെ സുന്ദരിക്കുട്ടി, നമുക്ക് പോവാം. അവൻ നിദ്രയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിലേക്ക് മുഖമടിപ്പിച്ചു കവിളിൽ മുഖമുരസി. കുഞ്ഞ് കിളികിളെ ചിരിച്ചതും അതേ നിമിഷം അവൻ നിദ്രയുടെ കവിളിലും ഒരു മുത്തം നൽകി. നിത്തു, തിരിഞ്ഞു നോക്കല്ലേ. ആ വാക്കുകളോട് അവൻ കാർ പതിയെ മുന്നോട്ടെടുത്തു. പിന്നിലേക്ക് ഒഴുകി മാറുന്ന ചന്ദ്രവിലാസം കോവിലകം അവരുടെ കണ്ണുകളിൽ നിന്ന് പതിയെ മാഞ്ഞുപോയി. കാലത്തിൻ്റെ മടിത്തട്ടിൽ ഒരു യുഗത്തിൻ്റെ ഓർമ്മകൾ നിശബ്ദമായി ഉറങ്ങിക്കിടന്ന ആ കോവിലകം ഇനി മറ്റാരെയും കാത്തിരിക്കാതെ ഏകാന്തതയെ കൂട്ടുപിടിച്ചു നിന്നു. കോവിലകത്തിൻ്റെ രഹസ്യ അറയിൽ ആര്യമല്ല എന്ന പുസ്തകവും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ മയിൽപീലിയും ശാശ്വത നിദ്രയിലായി. ഒരിക്കൽ പ്രണയത്തിൻ്റെ സാക്ഷികളായിരുന്ന അവ ഇനി കാലത്തിൻ്റെ മൗന സാക്ഷികളായി അവിടെ തന്നെ അവശേഷിച്ചു. ആര്യൻ്റെയും മുല്ലയുടെയും ചിരികളും കണ്ണുനീരും പ്രണയവും ത്യാഗവും ആ ചുവരുകൾക്കുള്ളിൽ ലയിച്ചപ്പോൾ ഷോണും നിദ്രയും തങ്ങളുടെ ഹൃദയങ്ങളിൽ പുതിയ സ്വപ്നങ്ങളുമായി മുന്നോട്ടുള്ള യാത്ര തുടർന്നു. വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയതും ഡാനിയലിൻ്റെ കോൾ അവരെ തേടിയെത്തി. ഷോൺ വണ്ടി ഒതുക്കി നിർത്തി കോൾ എടുത്തു. മോനെ, നിങ്ങൾ ഇറങ്ങിയോ? ആ, ഇറങ്ങി പപ്പ. അപ്പോൾ കഴിക്കാനാകുമ്പോൾ ഇവിടെ എത്തുമല്ലേ? ആ, എത്തും. അവിടെ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. എന്താ അപ്പ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? അതൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോര്. ഞങ്ങൾക്ക് അച്ചൂട്ടിയെ ശരിക്കും മിസ് ചെയ്തു. ശരി പപ്പ, ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കോളാം. എന്നാ വെക്കട്ടെടാ മോനെ. വെക്കല്ലേ പപ്പ. എന്താടാ? ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഒരു നിമിഷം ഡാനിയലിൻ്റെ കണ്ണ് നിറഞ്ഞു. മോനെ, നീ അപ്പോൾ ഓർത്തിരുന്നുല്ലേ? ഓർക്കാതെ പിന്നെ എൻ്റെ പപ്പ അല്ലേ? പപ്പയ്ക്കുള്ള ഗിഫ്റ്റ് ഞാനേ ഞങ്ങളുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. പപ്പ പോയി എടുത്തോളൂ. ഷോൺ കോൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതും നിദ്ര ഫോൺ വാങ്ങിച്ചു. അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മോളെ. അച്ഛനല്ല എൻ്റെ ഗിഫ്റ്റ്. ദേ ഇപ്പം വരൂട്ടോ. ആ കോളിംഗ് ബെല്ല് കേട്ടോ? ആ, അത് തന്നെയാ എൻ്റെ ഗിഫ്റ്റ്. പോയി നോക്കിക്കേ. നിദ്ര കോൾ അവസാനിപ്പിച്ചു. വല്ല മയിൽപ്പീലിയോ കാക്കപ്പീലിയോ ആയിരിക്കും നിന്റെ ഗിഫ്റ്റ്. ഷോൺ നിദ്രയെ പുച്ഛിച്ചു. നിദ്ര മുഖം കോട്ടി. ഇതേ സമയം ഡോർ തുറന്ന ഡാനിയലിൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്ത് അവർ പോയി. എൻ്റെ അച്ഛന് എന്ന് എഴുതിയ ബോക്സ് കണ്ടത് ഡാനിയലിൻ്റെ കണ്ണ് നിറഞ്ഞു. ഡാനിയൽ വിറയ്ക്കുന്ന കൈകളോടെ ആ ഗിഫ്റ്റ് ബോക്സ് പതിയെ തുറന്നു. അതിനുള്ളിൽ മനോഹരമായി ഫ്രെയിം ചെയ്ത ഒരു കുടുംബ ചിത്രം. നടുവിൽ ഡാനിയലും സാറയൊരുക്കുന്നു. ഒരു വശത്ത് ഷോൺ, മറുവശത്ത് നിദ്ര. ഡാനിയലിൻ്റെ കൈകളിൽ കുഞ്ഞച്ചൂട്ടി. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. ഫ്രെയിമിന് താഴെ കുത്തിവെച്ചിരുന്ന ചെറിയ വരികൾ കണ്ടതും അയാളുടെ ശ്വാസം ഒന്ന് നിലച്ചു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഈ അച്ഛൻ്റെ മകളായി പിറക്കണം. ഹാപ്പി ബർത്ത്ഡേ അച്ഛ. ആ വാക്കുകൾ കണ്ട നിമിഷം ഡാനിയലിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികളായി ഒഴുകി. അയാൾ ആ ഫ്രെയിം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതിലും വലിയൊരു സമ്മാനം ഈ ജന്മത്തിൽ ഇനി എനിക്ക് കിട്ടില്ല മോളെ. അപ്പോഴേക്കും സാറ അടുത്തേക്ക് വന്നു. എന്താ അയച്ചായ? എന്താ നിദ്രമോൾ അയച്ചേ? ഡാനിയൽ ഒന്നും പറയാതെ ഫ്രെയിം അവൾക്ക് നേരെ നീട്ടി. ഇത് കണ്ട സാറയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. മുകളിൽ ഷോൺ തന്നെ കൈകൊണ്ട് വരച്ച ചിത്രം ഡാനിയലിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഡാനിയലിനോട് ചേർന്ന് നിൽക്കുന്ന ഷോൺ, അതായിരുന്നു ആ ചിത്രം. ഇതേ സമയം വണ്ടിയിൽ നിദ്രയും ഷോണും. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഈ അച്ഛൻ്റെ മകളായി പിറക്കണം. അപ്പോൾ അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹോദരി സഹോദരനാവില്ലേ? പിന്നെ എങ്ങനെ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റും? ഷോൺ ചോദിച്ചു. അതിന് ഇച്ചായൻ അടുത്ത ജന്മത്തിൽ അച്ഛൻ്റെ മകനായി പിറന്നാലല്ലേ? അത് പറയുമ്പോൾ നിദ്രയുടെ മനസ്സിൽ രാജമോഹൻ്റെ മുഖമായിരുന്നു. പിന്നെ
എൻ്റെ പപ്പയുടെ മകനല്ലാതെ പിന്നെ ഞാൻ ആരുടെ മകനായി ജനിക്കാനാ? അതൊക്കെയുണ്ട്. ദൈവം അതൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവും. എന്തായാലും അടുത്ത ജന്മത്തിലും ആര്യൻ ഷോൺ നിദ്രയ്ക്കുള്ളതാ. ഓ, അപ്പോ അടുത്ത ജന്മത്തിൽ കൂടി ഞാൻ നിന്നെ സഹിക്കണം എന്നാണ് സാരം. ഷോണിന്റെ പറച്ചിൽ കേട്ട് നിദ്ര അവന്റെ കവിളിൽ അമർത്തി കടിച്ചു. ഷോണും വിട്ടില്ല. അവളുടെ ഇടത് മൃദുലതയിൽ നല്ലൊരു കടി കൊടുത്തു. മുന്നിൽ നിന്ന കുഞ്ഞ് ഇരുവരെയും മാറി മാറി നോക്കിയായിരുന്നു. ഇവിടെ എന്താ ഒരു കടി മത്സരം നടക്കുന്നത് എന്ന ഭാവമായിരുന്നു ആ കുഞ്ഞി കണ്ണുകളിൽ. അത് കണ്ട നിദ്ര ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു, അവളിപ്പോ നിങ്ങളെ നോക്കി എന്താ പറഞ്ഞെന്നറിയോ? എന്താ? ഡോ പപ്പേ, അവിടെയുള്ള കടി ഇത്തിരി കുറച്ചോ, അത് എൻ്റെ ഏരിയ ആണെന്ന്. നിദ്രയുടെ മറുപടി കേട്ട് ഷോൺ പൊട്ടിച്ചിരിച്ചു. ശരി മോളെ, പപ്പ വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി അങ്ങോട്ട് അവിടെയാകാം കടി. അതും പറഞ്ഞുകൊണ്ട് അവൻ കള്ളച്ചിരിയോടെ നിദ്രയെ നോക്കി കണ്ണിറുക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും നിദ്രയുടെ കവിളുകൾ നാണത്താൽ തുടുത്തു. അവൾ മുഖം താഴ്ത്തി ജനലിന് പുറത്തേക്ക് നോക്കിയിരുന്നു. ഷോൺ ചിരിച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കി കാർ വീണ്ടും മുന്നോട്ടെടുത്തു. അവരുടെ ചിരിയും കളികളുമെല്ലാം നിറച്ച് ആ യാത്രയും മനോഹരമായി തുടർന്നു.